Alhamdulillahi Rabbil Alamin. As-salatu wassalamu ala rasulihil amin wa ala alihi wa ashabihi ajma'in. Amma ba'du, rabbi ishrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. Fa'a'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Qul innama ana basharun mithlukum yuha ilayya. Qul innama ana basharun mithlukum yuha ilayya annama ilahukum ilahun wahid. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إنني قلبا مشوقا لا يروم سواك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إنني قلبا مشوقا لا يروم سواك. أنا طامع في الجود منك ولم يكن لأبي حنيفة في الأنام سواك. खुदी को कर बुलंद इतना कि हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रजा क्या है. खुदा की रजा चाहता है दो आलम, खुदा चाहता है रिज़ाए मोहम्मद. खुदा की रजा चाहता है दो आलम, खुदा चाहता है रिज़ाए मोहम्मद.
സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹത്തായ ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ബഹുവന്യരായ പണ്ഡിത മഹത്തുക്കളെ, പരിശുദ്ധമായ ഈ വിജ്ഞാനത്തിന്റെ പ്രാർത്ഥനയുടെ ദുആയുടെ സദസ്സിൽ ഒരുമിച്ചു കൂടിയിട്ടുള്ള ഏറെ ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ, സ്നേഹം നിറഞ്ഞ യുവ സഹോദരങ്ങളെ, ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ, മഹത്തായ ഈ വിജ്ഞാന സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിലേറെ സന്തോഷത്തിൽ അവനെ ജന്നാത്തുൽ നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ വിശാലമാക്കി നൽകുമാറാവട്ടെ. ആ ഖബറുകളിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തിന്റെ കലിമത്തുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിൽ അല്ലാഹു എത്തിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് സഹോദരിമാർ, മാറാവ്യാധികളുമായി മല്ലടിച്ചു കടന്നുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ശിഫാ അല്ലാഹു അവർക്കും നമുക്കും നൽകുമാറാവട്ടെ. ഐതിഹാസികമായ നല്ല ഒരു സംഗമം ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഓടി നടന്ന ഇതിന്റെ വളണ്ടിയർമാർ, അതുപോലെ ഇതിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ കുയിലേരി ശാഖയിലെ അംഗങ്ങൾ, അതുപോലെ ഈ നാട്ടുകാരായ പ്രവാസികളായ സഹോദരന്മാർ, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവരുടെ ജോലികളിലും കർമ്മങ്ങളിലും ചുറ്റുപാടുകളിലും കുടുംബങ്ങളിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുസ്ലിം ബാധ്യതകൾ, കടപ്പാടുകൾ എന്ന അതിദീർഘമായ ഒരു വിഷയമാണ് സംസാരിക്കപ്പെടേണ്ടതായി നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാനെന്നല്ല ഇത്ര പ്രവിശാലമായ ഒരു വിഷയം ഇത്രയും ചുരുങ്ങിയ സമയത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപക്ഷെ അതിന്റെ പൂർണ്ണത, അതിന്റെ വ്യക്തത എന്നതിനെ വല്ലതും ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സദയം ക്ഷമിക്കണം എന്നാദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ഇഖ്ലാസിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ അതിവിപുലമായ ഒരു പരിപാടി തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. അതിവിപുലമായി നമ്മുടെ മതപ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസമായി ബഹുവന്യരായ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ സിംസാറുൽ ഹഖ് ഹുദവി ഈമാനിന്റെ ദാഢ്യത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാതെ എന്റെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് അല്പം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഇസ്ലാം അതൊരു ജീവിത വ്യവസ്ഥയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിഖില മേഖലകളെ അടയാളപ്പെടുത്തി മാതൃകാപരമായി സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു തന്നിട്ടുള്ള ഒരു മതമാണ്. താൽക്കാലികമായി ന്യായങ്ങൾ എതിർക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തനയോഗ്യമല്ലാത്ത ആശയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയോ ചെയ്യുകയല്ല,
പകരം മാതൃകായോഗ്യങ്ങളായ ജീവിതങ്ങളെ നമുക്ക് മുമ്പിൽ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ജീവിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇസ്ലാം മതം കേവലം ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല. പലരും അങ്ങനെയാണ് അതിനെ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നത് തെറ്റാണ്. പരിശുദ്ധമായ ഇസ്ലാം കേവലമായ ആരാധനയോ അനുഷ്ഠാനമോ അല്ല. ആരാധനയായിരുന്നുവെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അനിഷ്കുർലി വലിവാലിദൈക് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയില്ലായിരുന്നു. സ്വന്തം കുടുംബത്തോട്, മാതാപിതാക്കളോട്, സമൂഹത്തോട്, ചുറ്റുപാടുകളോട് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ബാധ്യതകളെ അടയാളപ്പെടുത്തിയിട്ടാണ് വിശുദ്ധമായ ഖുർആൻ മുസ്ലിമിന്റെ ജീവിതം ലോകത്ത് വരച്ചു കാട്ടുന്നത്. പരിശുദ്ധമായ ഇസ്ലാം എന്ന ഒരു മതത്തെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതോടുകൂടെ ഒരു മനുഷ്യൻ മുസ്ലിം ആയി മാറുകയാണ്. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം. ഇസ്ലാം എന്നാൽ വഴിപ്പെടൽ എന്നാണ് അർത്ഥം. ഇസ്ലാം എന്നാൽ അനുസരണം എന്നാണ് അർത്ഥം. മുസ്ലിം എന്ന് പറയുന്നതോടുകൂടെ ഒരു മനുഷ്യൻ അനുസരണയുള്ളവനായി മാറുകയാണ്. അവൻ വഴിപ്പെടുന്നവനായി മാറുകയാണ്. അവൻ പരിപൂർണമായി ഒരാൾക്ക് കീഴ്പ്പെടുകയാണ്. അതാണ് മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ ഈ ലോകത്തിന്റെ പരിപാലകനും സൃഷ്ടാവുമായ അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവൻ എന്നാണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എന്നെനിക്കറിഞ്ഞുകൂടാ. മുസ്ലിം എന്നാൽ പരിപൂർണമായി അല്ലാഹുവിന് അനുസരണ കാണിക്കുന്ന അടിമ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മുടെ പാഠശാലകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരവസരത്തിൽ അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ പറയാറുണ്ട് അനുസരണയില്ലാത്ത കുട്ടി എന്ന്. സത്യത്തിൽ മുസ്ലിം എന്നാൽ അനുസരണയുള്ള മനുഷ്യൻ എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മളുടെ ആവശ്യത്തിന്, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് അനുസരണയില്ലാത്ത കുട്ടികളായി അള്ളാഹുവിന്റെ ഭക്തന്മാരായ അടിമകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മാറുന്നു എന്ന ചിന്ത, മുസ്ലിം എന്ന ഒരു ചോദ്യചിഹ്നം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് മുസ്ലിം എന്ന നാമം. അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെടുന്നവൻ, അള്ളാഹുവിന് പരിപൂർണമായി അനുസരിക്കുന്നവൻ എന്നതാണ് ഇസ്ലാമിന്റെ അടയാളപ്പെടുത്തൽ. അത് കേവലം ആരാധനയല്ല. പരിശുദ്ധമായ ഖുർആൻ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉടനെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഗുണം ചെയ്യണം എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. അള്ളാഹുവിന്റെ ആരാധനയല്ല മാതാപിതാക്കളോട് വഴിപ്പെടൽ എന്നത്. അള്ളാഹുവിന്റെ ആരാധനയുടെ വശം ഒന്ന് വേറെ, കടമകളുടെ വശം ഒന്ന് വേറെ. കടമകൾ, ബാധ്യതകൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവനാണ് ഇസ്ലാമിന്റെ അവകാശിയാകുന്നത്. ഇസ്ലാം എന്നത് ആരാധനയല്ല, ആരാധനകൾ മാത്രമല്ല, അനുഷ്ഠാനങ്ങൾക്ക് മാത്രം പറയുന്ന പേരല്ല എന്നതാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സൗദി അറേബ്യയുടെ പ്രസിദ്ധമായ നഗരമായ ദമാമിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക് ചാനൽ ഈ അടുത്ത് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുടെ അഭിമുഖങ്ങൾ അതിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുകയുണ്ടായി. പുതു ഇസ്ലാമികളായ ആളുകൾ, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ലോകത്തോട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ദമാമിൽ പെടുന്ന ഈ ഇസ്ലാമിക് ചാനൽ കൊണ്ടുവന്നപ്പോൾ അമേരിക്കക്കാരിയായ അന്യമതസ്ഥയായിരുന്ന ഒരു പെൺകുട്ടി, ഒരു നേഴ്സ്, ദമാമിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സ്, അവര് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം സുന്ദരമായി ഹിജാബൊക്കെ ധരിച്ചുകൊണ്ട് ഈ മാധ്യമ മീഡിയക്ക് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് താൻ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ന് വിശദീകരിക്കുകയുണ്ടായി. ലോകം ഒറ്റുനോക്കിയ നിമിഷങ്ങളിൽ
മാധ്യമത്തിന്റെ മുമ്പിൽ അവർക്ക് തുറന്നു പറയാനുണ്ടായിരുന്നത്, ദമാമിലെ ഒരു ഹോസ്പിറ്റലിൽ പ്രഭാതം ഇങ്ങനെ ഉദിച്ചു വരുന്നേയുള്ളൂ. നേരം വെളുക്കുന്നതിന്റെ ഏകദേശം മിനിറ്റുകൾക്ക് മുമ്പേ ഡോക്ടർമാരൊന്നും ഡ്യൂട്ടിയിലില്ലാത്ത സമയത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഹോസ്പിറ്റലിന്റെ വരാന്തയിലേക്ക് പ്രായമേറെയായ ഒരു ഉമ്മയെയും പിടിച്ചുകൊണ്ട് ഒരു മകൻ, ആ മകന്റെ ഭാര്യയും ഉമ്മയുടെ കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് കടന്നു വരികന്ന ഒരു രംഗം. ഞാനവിടെ റിസപ്ഷൻ ഹാളിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഈ ഉമ്മയെയും താങ്ങി പിടിച്ചുകൊണ്ട് ഈ മകനും, ആ മകൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഭാര്യയും, എന്ന് പറഞ്ഞാൽ ഈ ഉമ്മയുടെ മരുമകളായ ഈ പെൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് ഈ സഹോദരനും ഈ മകളും കൂടി ഹോസ്പിറ്റലിലേക്ക് കയറി വന്നു. ഞാൻ അവരെ അത്ഭുതത്തോടുകൂടെ വീക്ഷിക്കുകയാണ്. രണ്ടുപേരും വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനായിരിക്കാം ഇവർ മനസ്സിൽ എന്തിനായി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഒരു ഉമ്മയെ പ്രായ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയിട്ട് എന്തിനാണ് ഇവരിങ്ങനെ കരയുന്നത്? ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ വരാൻ ഇനിയും 4 മണിക്കൂർ കാത്തു നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഉമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് റൂമിലേക്ക് വിശ്രമിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. മനസ്സോടെ ആ മകനും ഭാര്യയും ഒരുപാട് നേരം കാത്തുനിന്നു. ഡോക്ടർ വന്നു, കിടത്തി ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ ദിവസം വാർദ്ധക്യ സഹജമായ രോഗം, ചികിത്സക്ക് ഫലം കാണാതെ ആ ഉമ്മ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ ഏറെ അത്ഭുതത്തോടുകൂടെ ആ രോഗിയെ, ആ മയ്യത്തിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ലിസ്റ്റുകളൊക്കെ ശരിയാക്കിയെടുക്കാൻ ആ റൂമിലേക്ക് ചെന്നപ്പോൾ ഉമ്മായുടെ മയ്യത്ത് ഈ മകനും മരുമകളും കൂടി കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അപ്പോഴും രണ്ടുപേരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഞാൻ ആ മരുമകളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ ഉമ്മയുമായുള്ള ബന്ധമെന്താണ്? നിങ്ങളും ഈ ഉമ്മയുമായുള്ള ബന്ധമെന്താണ്? അവര് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ ഉമ്മയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ അമേരിക്കൻ വംശജർ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഭർത്താവിന്റെ ഉമ്മമാർ മരണപ്പെടുന്നതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ സങ്കടം തോന്നുകയോ ചെയ്യുന്ന ആളുകളല്ല. എന്തുകൊണ്ടാണ് ഒരു ഭർത്താവിന്റെ ഉമ്മ മരണപ്പെട്ടു പോയതിൽ നിങ്ങൾ ഇത്ര സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കത് വിശദീകരിക്കാൻ എന്റെ കയ്യിൽ സമയമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്ന് നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ദമാമിന്റെ ടൗണിനപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ പാഠശാലയിൽ ചെന്ന് അവിടെ നിന്ന് ഒരു അഖ്ലാഖിന്റെ പുസ്തകം വാങ്ങൂ. സ്വഭാവത്തിനെ കുറിച്ച് പറയുന്ന, മുസ്ലിമിന്റെ സ്വഭാവമെന്ത് എന്നടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം വാങ്ങി വായിക്കൂ. അതിലെ ഉമ്മ എന്ന അധ്യായം തുറന്ന് നിങ്ങൾ അവിടെ വായന നടത്തൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മറുപടി കാണാം എന്ന സഹോദരി എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞു, വൈകുന്നേരത്ത് അങ്ങനെ ആ മദ്രസയിൽ ചെന്നു. ഒരു മദ്രസ പുസ്തകം വാങ്ങി. അതിൽ അൽ ഉമ്മ എന്ന ഒരു അധ്യായം ഉണ്ടായിരുന്നു. പരിശുദ്ധമായ മുസ്ലിമീങ്ങളെ ബഹുമാനിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആയത്തുകളുടെ അകമ്പടിയോടുകൂടെ ഒരു ഉമ്മയുടെ സ്ഥാനം, അള്ളാഹുവിന്റെ ആരാധനയുടെ തൊട്ടുടനെ ഉമ്മയോടുള്ള കടപ്പാടെന്ന് എഴുതി വെച്ച ഒരു പുസ്തകം കണ്ടപ്പോൾ, ഞാനും ഒരു മാതാവാണ്, എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ഞാൻ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, എന്റെ 2 ആൺമക്കൾ വിവാഹം ചെയ്തു കൊണ്ടുവരാനുള്ളവരാണ്. അവരെനിക്ക് 2 മരുമക്കൾ എന്റെ വീട്ടിലേക്ക് കയറി വരാനുള്ളവരാണ്. അങ്ങനെ 2 മരുമക്കൾ എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്നെ ഉമ്മയെ പോലെ കാണാൻ, എന്നെ സ്നേഹത്തോടുകൂടെ പരിപാലിക്കാൻ, ഉമ്മ എന്ന ബഹുമാനത്തോടുകൂടെ എന്റെ മരണത്തിന്റെ നേരത്ത് എനിക്ക് വേണ്ടി കരയാൻ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കൈയുയർത്താൻ പറ്റുന്ന 2 മരുമക്കളെ എനിക്ക് ലഭിക്കണമെങ്കിൽ അങ്ങനെ ഒരു ആദർശം ലോകത്ത് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം എന്ന മതത്തെ ഞാനൊരു ഉമ്മയുടെ കടപ്പാടിലൂടെ മനസ്സിലാക്കുകയാണ്.
അന്ന് ഞാൻ ആ പുസ്തകം അവിടെ വെച്ചു. പിന്നെ ഞാൻ വിശുദ്ധമായ ഖുർആനിന്റെ വായന ആരംഭിച്ചു. ഉമ്മമാർക്ക് ഇസ്ലാം നൽകിയ സ്ഥാനമെന്ത് എന്ന് ഏറെ വായിക്കേണ്ടി വന്നില്ല. ഇന്നിതാ ദമാമിന്റെ പരിശുദ്ധമായ ഈ ആലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അന ഉമ്മു അബ്ദുൽ മലിക്, എന്റെ മകൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന എന്റെ മോൻ അമുസ്ലിമായ കുട്ടിയായിരുന്നു. അവനിപ്പോൾ അബ്ദുൽ മലിക്കാണ്. അവൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആ അബ്ദുൽ മലിക്കിന്റെ ഉമ്മയാണ് പറയുന്നത്, എനിക്ക് സമാശ്വാസം നൽകാൻ, ഉമ്മ എന്ന ഡിഗ്നിറ്റിയുടെ മഹത്വത്തിന്റെ അടയാളം വെക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ പോലെ മറ്റൊരു മതം കാണാത്തതുകൊണ്ട് ഇന്ന് ഇസ്ലാം എന്ന പരിശുദ്ധമായ സ്വാദ്വല തീരത്തു നിന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. പരിശുദ്ധമായ ഇസ്ലാം അനുഷ്ഠാനത്തിന്റേതല്ല. ഞാനൊരു ചെറിയ സംഭവത്തിലൂടെ തുടങ്ങാം. സയ്യിദുനാ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനാണ്. തഫ്സീർ എന്നല്ല, ഇസ്ലാമിന്റെ നിഖില മേഖലകളിലെ വിജ്ഞാനീയങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും എന്തിനേറെ നമ്മുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലെ ലൈബ്രറികൾ വരെ നമ്മൾ സന്ദർശിച്ചാൽ വളരെ സുന്ദരമായി 22ഓളം വാള്യങ്ങൾ നിരത്തിവെച്ച തഫ്സീറുൽ കബീർ എന്ന പരിശുദ്ധമായ തഫ്സീറിന്റെ ഗ്രന്ഥം കാണാം. പൊതുവെ പ്രഭാഷകന്മാരും അതുപോലെ പണ്ഡിതന്മാരും ആലിമീങ്ങളുമെല്ലാം വിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന തഫ്സീറുൽ കബീർ എന്ന പരിശുദ്ധമായ ഗ്രന്ഥം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. ഇമാം റാസി ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന രംഗം, ഒരു മനുഷ്യന്റെ നന്മയുടെ ഉപകാരപ്പെടൽ തീരുമാനിക്കപ്പെടുന്ന നിമിഷമാണ് ലോകത്തു നിന്ന് വിട പറയാൻ കിടക്കുന്ന രംഗം. ഇമാം റാസി റളിയല്ലാഹു അൻഹു വലിയ വിഷമത്തിലാണ്, മരണത്തോട് മല്ലിടുകയാണ്. അവിടെ നിന്ന് ലോകത്തോട് വിട പറയാനുള്ള രംഗം അടുത്തുകൊണ്ടിരിക്കുന്നു. മഹാന്മാരായ ഉന്നത ശീർഷരായ മഹത്തുക്കളായ സാദാത്തിയായ ഒരുപാട് പണ്ഡിതഗണങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആരിഫീങ്ങളുണ്ട്, അവിടെ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഇമാം റാസി ലോകത്തു നിന്ന് വിട പറയാനുള്ള രംഗം. അവരിൽ ഒരാൾ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ മെല്ലെ ഇങ്ങനെ കുലുക്കി വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല. വല്ലാത്ത ഒരു വേദനാജനകമായ രംഗം. മഹാന്മാരായ ശിഷ്യന്മാർക്ക് വേവലാതിയായി, കൂടെയുള്ള ആളുകൾക്ക് വലിയ സങ്കടമായി. ഇത്ര വലിയ ഒരു പണ്ഡിതന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ എന്തേ മരണസമയത്ത് ചൊല്ലാതിരിക്കുന്നത് എന്ന ഒരു ചർച്ച അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് കിടന്ന കിടപ്പിൽ നിന്ന് കിടന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ. അല്ലാഹു അഹദ്, അല്ലാഹു വാഹിദ്, ലാ ഇലാഹ ഇല്ലാഹു, ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു, അൽ വാഹിദുൽ അഹദുസ് സമദ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ വാഗ്വാദം നടക്കുകയാണ്. റാസി ഇമാം വല്ലാതെ ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ കൂടിയ ആളുകൾ പറഞ്ഞു, ഇമാം റാസി അവസാന രംഗത്തിൽ ആരെയോ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. റാസിയുടെ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയാൻ പിശാച് എത്തിയിട്ടുണ്ട്. റാസി പിശാചുമായി ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇബ്ലീസുമായുള്ള സംവാദത്തിലാണ്. ഇബ്ലീസ് പറയുന്നു അല്ലാഹു ഇല്ല, റാസി ഇമാം പറയുന്നു അല്ലാഹു ഉണ്ട്. ഒരുപക്ഷേ മരണവേദനയോടടുത്ത രംഗമെത്തിയാൽ ഇബ്ലീസ് അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്താൻ ഇമാം റാസിക്ക് കഴിയാതെ വന്നാൽ, റാസി ഇമാമിന്റെ നെഞ്ചു വേദനിക്കാൻ തുടങ്ങിയാൽ, മരണത്തോടടുക്കാൻ തുടങ്ങിയാൽ, അവസാനത്തെ കലിമത്തിലെങ്കിലും റാസിയുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസുൽ ലഈനിന്റെ മുമ്പിൽ ആ ശിഷ്യന്മാര് മുഴുവൻ സങ്കടത്തോടുകൂടെ നിൽക്കാൻ അവരിങ്ങനെ ഉറക്കെ ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാം റാസി ചൊല്ലാൻ കൂട്ടാക്കുന്നില്ല.
എപ്പോഴാണ് അവിടേക്ക് കടന്നു വരുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ 5-ാം നൂറ്റാണ്ടിന്റെ 6-ാം നൂറ്റാണ്ടിന്റെയും അറിയപ്പെട്ട മഹാന്മാരിലെ സാദാത്യങ്ങളിലെ ആരിഫീങ്ങളിലെ ഉന്നതനായിരുന്ന ഇമാം മുഹീദ്ദീനുൽ അറബി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽ അറിയപ്പെട്ട മഹാനാണ്. ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽ ഉന്നതനായ മഹാനായ മുഹീദ്ദീനുൽ അറബി റളിയല്ലാഹു അൻഹു ആ രംഗത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഇമാം അർ-റാസി, ഓ ഇമാം റാസി, പേടിക്കേണ്ടതില്ല, ഇബ്ലീസുമായി വാഗ്വാദം നടത്തേണ്ടതില്ല. ഒരൊറ്റ വാക്കെന്ന് പറഞ്ഞേര്, ഇന്നി അഅ്തഖിദു ഫില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഞാൻ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. എനിക്കൊരു തെളിവും വേണ്ട ആവശ്യമില്ല. ഇനി ഞാനുമായി സംവാദത്തിന് നിൽക്കേണ്ടതില്ല. അല്ലാഹു എന്ന സത്തയിൽ, ജലാലത്തിന്റെ ഇസ്മിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു ഏകനാണ്. ഇനി എന്നോട് ഇതിൽ തർക്കിക്കേണ്ടതില്ല. ഒരായത്തിന്റെ തെളിവും എനിക്കതിന് വേണ്ടതില്ല. ഞാൻ അല്ലാഹുവിനെ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്തിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞേക്ക് എന്ന് ഇമാം മുഹീദ്ദീനുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. യാത്രക്കിടയിൽ എപ്പോഴോ മുഹീദ്ദീനുൽ അറബി റളിയല്ലാഹു അൻഹു എന്ന ത്വരീഖത്തിന്റെ മശായിഖിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവിടെ വെച്ച് കൈകൊടുത്ത് ബൈഅത്ത് ചെയ്ത ഒരൊറ്റ അനുഭവമുള്ളതിന്റെ പേരിൽ തന്റെ ശിഷ്യനായ ഇമാമുൽ റാസി ലോകത്തു നിന്ന് വിട പറയാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇമാം മുഹീദ്ദീനുൽ അറബി ആ രംഗത്തിൽ അവിടെ എത്തുന്നത്. റാസി ഇമാം പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനോഹരമായി ചൊല്ലി എന്നതാണ് ചരിത്രം. ഞാനിതെന്തിനാണ് പറഞ്ഞതെന്നറിയുമോ? ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ കലിമത്തു തൗഹീദിനെ അപജയപ്പെടുത്താനായി ഇബ്ലീസുൽ ലഈൻ വന്നപ്പോൾ ഇബ്ലീസുൽ ലഈനിനെ പ്രതിരോധിക്കാൻ അന്ന് അവിടെ കടന്നു വന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട മഹാനായ മുഹീദ്ദീനുൽ അറബി ആയിരുന്നു എങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, മുഹീദ്ദീനുൽ റളിയല്ലാഹു അൻഹു ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽ ഒരാളാണ്. അങ്ങനെ നൂറുകണക്കിന് ത്വരീഖത്തിന്റെ മശായിഖന്മാർ മുഴുവൻ സിൽസിലയും ചെന്നവസാനിക്കുന്ന ഒരു മഹാനാണ് ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ത്വരീഖത്തുകളിൽ ഒട്ടുമുക്ക ത്വരീഖത്തുകളുടെയും ഇമാം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ടച്ച് ചെയ്തിട്ടാണ് ത്വരീഖത്തിന്റെ മശായിഖന്മാരായ ആളുകളെല്ലാം ദിക്റുകൾ ലോകത്തിന് പറഞ്ഞു കൊടുത്തത്. ഈ അലി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോൾ ചൊല്ലാതിരുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഉണ്ടായി. എന്തുകൊണ്ട്? ഇവിടെയാണ് എന്റെ വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മതം എന്നാൽ, ഇസ്ലാം എന്നാൽ ആരാധന മാത്രമല്ല, അനുഷ്ഠാനം മാത്രമല്ല, കടമകളുടെ നെഞ്ചേറ്റൽ കൂടിയാണ് എന്നതിന്റെ അടിവരയിടുകയാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ മദീന പള്ളിയിൽ നമസ്കരിക്കുകയും പരിശുദ്ധമായ ഖുർആൻ റസൂലുള്ളാഹി തങ്ങളുടെ വായിൽ നിന്ന് ഓതി കേൾക്കുകയും മദീന മുനവ്വറയിൽ കൂടെ ജീവിക്കുകയും ചെയ്ത ഒരു സ്വഹാബി വര്യൻ, പരിശുദ്ധമായ മദീന മുനവ്വറയിലെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച, നബി തങ്ങളുടെ കയ്യിൽ നിന്ന് ആ മുഖം ദർശിച്ച, നബി തങ്ങളിൽ നിന്ന് ഈമാൻ സ്വീകരിച്ച മഹാനായ സ്വഹാബി വര്യൻ ലോകത്തു നിന്ന് വിട പറയാൻ വേണ്ടി കിടക്കുമ്പോ കടന്നു വരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മാത്രമല്ല സ്വഹാബാ കിറാമൊക്കെ ഉണ്ട്. എല്ലാവരും വന്നു നിന്നു. ഈ മനുഷ്യൻ ലോകത്ത് നിന്ന് കണ്ണടക്കാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ലക്കിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കാൻ കിടക്കുന്ന നിങ്ങളുടെ, മരിക്കാൻ കിടക്കുന്ന രോഗികൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണമേ എന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാത്തു നിൽക്കുകയാണ് സ്വഹാബാ കിറാം. ഇയാൾക്ക് ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല. സ്വഹാബത്തിന് വലിയ വിഷമമായി. അവർ നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ അനുചരന്മാരിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്താൽ ചൊല്ലാതിരിക്കാനുള്ള കാരണം എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം, അവാലിദാഹു അം അഹദുഹുമാ ഹയ്യുൻ, നിങ്ങൾ എന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ, മദീനത്തെ പള്ളിയിൽ പങ്കെടുത്ത ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ കിടക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം
പ്രായമായ ഒരു ഉമ്മയോ ഒരു ഉപ്പയോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും? നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. സ്വഹാബാ കിറാം ചെന്നു, അവര് നോക്കുമ്പോ പ്രായമായ ഉമ്മയുണ്ട്. എങ്കിൽ ആ ഉമ്മയെ വിളിക്കാൻ പറഞ്ഞു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ സ്വലാത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. പരമാവധി ഉറക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ആ ഉമ്മ വന്നു, ചോദിച്ചു, എന്റെ ഒരു സ്വഹാബി വര്യൻ മരണം മുന്നിൽ കാണുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വെറുപ്പാകാനാണ് സാധ്യത. പറയൂ, എന്റെ സ്വഹാബിയായ അൽഖമയോട് നിങ്ങൾക്കുള്ള വെറുപ്പെന്താണ്? ആ ഉമ്മ പറഞ്ഞു, നബിയേ, എന്റെ മകൻ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട മോനാണ്. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന പോലെ യുവപ്രായമെത്തുന്നതുവരെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തു, ഞാൻ പോറ്റി വളർത്തിക്കൊണ്ടുവന്ന് യുവപ്രായമായപ്പോ നല്ല ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ അവന് കല്യാണം കഴിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അന്ന് മുതൽ എന്റെ മകൻ എന്നോടുള്ള സ്നേഹം, നബിയേ, എന്നോടവൻ കാണിച്ചിരുന്ന വല്ലാത്ത ഒരു മനോഭാവം എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. വല്ലാഹി, അന്ന് മുതൽ എനിക്ക് എന്റെ മകനോട് ദേഷ്യമുണ്ട് നബിയെ എന്നീ ഉമ്മ പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, എന്റെ അനുചരനാണ്, എന്നിൽ നിന്ന് ഷഹാദത്തു കലിമ ചൊല്ലി സ്വീകരിച്ചവനാണ്, എന്റെ ഖുർആനോത്ത് കേട്ടവനാണ്, മദീനത്തെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തവനാണ്, എന്റെ കൂടെ റമളാനിൽ പങ്കെടുത്തവനാണ്, എന്റെ കൂടെ തറാവീഹ് നമസ്കരിച്ചവനാണ്. കാര്യമില്ല, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിൽ ആ സ്വഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്നില്ല. നിങ്ങളൊരു പണി ചെയ്യൂ, എല്ലാവരും കാടുകളിലേക്ക് പോ, എന്നിട്ട് ഇഷ്ടം പോലെ വിറക് കെട്ടുകൾ കെട്ടുകെട്ടാക്കി കൊണ്ടുവന്ന് മദീനയിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ. സ്വഹാബാ കിറാം വിറക് ശേഖരിക്കാൻ വേണ്ടി ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഈ ഉമ്മാക്ക് വല്ലാത്ത പേടിയായി. ചോദിച്ചു, അല്ല നബിയെ, എന്റെ മകൻ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കുമ്പോ ഈ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് നബിയെ അങ്ങേക്ക് വിറക്? നബി തങ്ങൾ പറഞ്ഞു, ഒരു ഉമ്മാക്ക് വേണ്ടാത്ത മോനെ എനിക്കെന്തിനാ? ഒരു ഉമ്മാക്ക് വേണ്ടാത്ത മോനെ എന്തിനാണ് ഇസ്ലാമിന്? ഞാൻ അവനെ കരിച്ചു കളയാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ അവനെ കരിച്ചു കളയുകയാണ്. അങ്ങ് കത്തിച്ചു കളയാം, അൽഖമയെ അങ്ങ് കത്തിച്ചു കളയാം. എന്തിനാണ് അൽഖമയെ ഇസ്ലാമിന് ആവശ്യം? ഈ ഉമ്മയുടെ മനസ്സ് നട്ടി. നബി തങ്ങൾ ഉദ്ദേശിച്ചതും അതായിരുന്നു. ഒരു ഉറുമ്പ് കരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ ഇതിനെ കരിച്ചതാര്? ഇത് അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവനോടുകൂടെ ഒരു സ്വഹാബിയെ കത്തിക്കും എന്നത് ചിന്തിക്കാനേ കഴിയില്ല. പിന്നെന്തിനായിരുന്നു ഒരു മകനെ കരിക്കുക എന്നത്? ഒരു ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. ഉമ്മാന്റെ മനസ്സ് പൊട്ടി. അവിടുന്ന് പറഞ്ഞു, നബിയെ, എന്റെ പൊന്നുമോനെ കത്തിക്കുകയോ? എന്തിനു വേണ്ടി? എന്റെ മനസ്സിൽ അവനോട് വെറുപ്പുള്ളതിനു വേണ്ടിയോ? ഞാൻ അവന് പൊരുത്തപ്പെട്ടു കൊടുത്തല്ലോ എന്നുമ്മ പറയുന്ന താമസം അൽഖമയുടെ മരണവരപ്പിൽ കിടന്നുകൊണ്ട് ഉറക്കയെന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു. ഹദീസ് നമുക്ക് മുമ്പിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ ഈ ഹദീസ് വിശാലമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹു പഠിപ്പിക്കുന്നത്, ദീൻ പഠിപ്പിക്കുന്നത്, വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരാധനയുടെ വശങ്ങൾ മാത്രമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വായിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് സ്വീകരിച്ച ഒരു സ്വഹാബി, അവിടുന്ന് ഖുർആൻ കേട്ട ഒരു സ്വഹാബി, അവിടത്തോടുകൂടെ ജീവിച്ച ഒരു സ്വഹാബി കലിമത്തു തൗഹീദ് ചൊല്ലാൻ കഴിയാതെ കിടക്കേണ്ടി വരുമായിരുന്നില്ല. ആരാധന മാത്രമല്ല, ബാധ്യതകളെ, കടപ്പാടുകളെ മനസ്സിലാക്കുന്നിടത്താണ് വിശുദ്ധനായ ഒരു വിശ്വാസി യഥാർത്ഥമായ വിശ്വാസിയായി മാറുന്നത്. അതാണ് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാന കാതലായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇസ്ലാം കടപ്പാടുകളുടെ മതമാണ്, ബാധ്യതകളുടെ മതമാണ്. ആരാധനകളോടൊപ്പം ബാധ്യതകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വിശുദ്ധമായ ഇസ്ലാമിൽ മുസ്ലിം എന്ന പേരിന് അടിസ്ഥാനമില്ല. നോക്കൂ നിങ്ങൾ, പ്രധാനമായി മനുഷ്യന്റെ ബാധ്യതകൾ എത്രയാണ്? 2 ബാധ്യതകൾ പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 2 ബാധ്യതകൾ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്.
യാ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഒരിക്കൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഓ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഉഖ്ബിർതു അന്നക തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ. ഓ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ്, നിന്നെ കുറിച്ച് എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്, പാതിരാ സമയം മുഴുവൻ നിനക്ക് നമസ്കാരമാണ്, പകൽ മുഴുവൻ നിനക്ക് നോമ്പാൻ, ഒരു സമയവും നിനക്കൊഴിവില്ല, രാത്രിയേറെ വൈകുന്നേരം നീ നിസ്കരിക്കും, പാതിരാവ് പോലും നിനക്ക് നിസ്കാരത്തിന്റെ സമയങ്ങളാണ്, എന്നാൽ പ്രഭാതം മുഴുവൻ നിനക്ക് നോമ്പുമാണ് എന്നോട് പറയപ്പെട്ടു. അത് സത്യമാണോ? അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ. ഞാൻ അങ്ങനെ രാത്രി മുഴുവൻ നിസ്കരിക്കാറുണ്ട്, പകൽ മുഴുവൻ എനിക്ക് നോമ്പാണ്. നബി തങ്ങൾ പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ്, ഓ അബ്ദുല്ലാഹ്, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖാ. അബ്ദുല്ലാഹ്, പാതിരാ സമയം മുഴുവൻ ഇങ്ങനെ ഇബാദത്തെടുത്തുകൊണ്ട് നിന്റെ ശരീരമാകെ ശോഷിച്ചു പോയത് നീ കണ്ടുവോ? ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ ശരീരം ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ ആയുസ്സിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ നിന്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരത്തോട് നീ ചെയ്യേണ്ട ബാധ്യതകൾ ചിലതുണ്ട്. അതിനു വേണ്ടത്ര ഭക്ഷണം നീ നൽകണം, അതിനാരോഗ്യമായ ഉറക്ക് നീ കൊടുക്കണം, അതിനാവശ്യമായ വിശ്രമം നീ അനുവദിക്കണം, അതിന് ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ അതിന്റെ എക്സസൈസുകൾ നീ ചെയ്യണം. ഇങ്ങനെ ശരീരത്തിനോടുള്ള ബാധ്യതകൾ നിനക്കുണ്ട്. വലിറബ്ബിക അലൈക ഹഖ്ഖാ, അല്ലാഹുവിനോടും നിനക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ശരീരത്തോടുള്ള ബാധ്യതകളുണ്ട്, അല്ലാഹുവിനോടുള്ള ബാധ്യതകളുണ്ട്. ശരീരത്തോടുള്ള ബാധ്യത മറന്നുകൊണ്ട് റബ്ബിനോടുള്ള ബാധ്യത നിറവേറ്റേണ്ടതില്ല. ശരീരത്തോടുള്ള ബാധ്യത മാത്രം നിറവേറ്റിയിട്ട് അല്ലാഹുവിനെ മറക്കാനും പാടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിനോട് പറയുകയാണ്, ശരീരത്തിൽ നിനക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങൾ ഇത് പറയാൻ കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അംറിന്റെ ശരീരമാകെ ശോഷിച്ചു പോയിട്ടുണ്ട്. പാതിരാ സമയം മുഴുവൻ ഉറക്കമൊഴിച്ചൊരാൾ നിന്ന് നിസ്കരിച്ചാൽ ശരീരമാകെ തളർന്നു പോകുമല്ലോ, ആകെ ശരീരമാകെ മുഷിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കണേ അബ്ദുല്ലാഹ്, ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ, ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്ന് സൂക്ഷിക്കണേ. അല്ലാഹുവോട് ബാധ്യതയുള്ളതുപോലെ നിനക്ക് നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്. ഇത് നമ്മുടെ ശരീരത്തോട് പറയേണ്ട കാര്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു അംറിനെ പോലെ ശരീരം അല്ലാഹുവിന്റെ മാർഗത്തിലങ്ങ് തീരെഴുതി കൊടുത്തതുപോലെ പാതിരാ സമയം വരെ നിസ്കാരം നടത്തിയിരുന്ന മഹാന്മാരായ സ്വഹാബിമാരോട് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നാൽ നമ്മളോട് പറയേണ്ടത് എന്തായിരിക്കും? ഓ, നമ്മളുടെ ആരോഗ്യത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഇന്ന് നിങ്ങൾ ഇറങ്ങി നോക്കൂ, സാധാരണയായി റോഡിലിറങ്ങി ഇങ്ങനെ നോക്കിയാൽ, അഥവാ സുബ്ഹി സമയം കഴിഞ്ഞുകൊണ്ട് വെറുതെ ഒന്ന് നിരത്തിലിറങ്ങി നോക്കിയാൽ മതി, സുബ്ഹാനല്ലാഹ്, ആളുകൾ ഇങ്ങനെ ഓടുന്നത് കാണാം. ഒരുപക്ഷെ സുബ്ഹി പോലും നിസ്കരിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അരമണിക്കൂർ സുബ്ഹി സമയത്തോടിയിട്ടില്ലെങ്കിൽ ആരോഗ്യം കേടാകുമെന്ന് പറഞ്ഞ പിന്നെ നമുക്ക് ബേജാറാണ്. സാധാരണ 7 മണിക്ക് അലാറം വെച്ച് എണീക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ സുബ്ഹി ഖളാ ആക്കിയിട്ട് എണീക്കുന്ന നമ്മൾ, സൂര്യന്റെ വെളിച്ചം തട്ടി എണീക്കുന്ന നമ്മൾ, ഡോക്ടർ പറഞ്ഞപ്പോൾ മരണത്തെ നമുക്ക് പേടിയാണ്, നമുക്ക് പ്രമേഹത്തെ പേടിയാണ്, നമുക്ക് അസുഖങ്ങളെ പേടിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങാടിയിലെ തെരുവോരങ്ങളിൽ ഇറങ്ങി പോക്കറ്റ് റോഡുകളിൽ മുഴുവൻ ഓടുകയാണ്. കാരണം ആരോഗ്യം നന്നാവണം, ഇവിടെ കൊളസ്ട്രോൾ കുറയണം, തടിയിൽ വല്ലാത്ത ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അത് ഒഴിവായി
ഒഴിവായി കിട്ടണം. അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ ശരീരത്തിന്റെ ബാധ്യതയുണ്ട്, എപ്പോഴത്ത് ചെയ്യണം. നമ്മളോട് പറയേണ്ടത് എന്താണ്? നിന്റെ ശരീരത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. വഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖാ, നിനക്ക് അല്ലാഹുവിനോട് ചെയ്യാൻ ചില ബാധ്യതകളുണ്ട് കേട്ടോ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരൊട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, യാ മുആദ്, ഓ മുആദേ, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. മുആദേ, അടിമകളായ നാം അല്ലാഹുവോട് ചെയ്യേണ്ട ബാധ്യതകൾ എന്താണ് എന്ന് നിനക്കറിയുമോ? മുആദേ, അടിമകളായ നമ്മൾ അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ എന്താണ് എന്ന് മുആദേ നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുആദ് ഇബ്നു ജബൽ പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, എനിക്കറിയില്ലല്ലോ നബിയേ, പറഞ്ഞു തരൂ, എന്താണ് അടിമകളായ നമ്മൾ അല്ലാഹുവോട് ചെയ്യേണ്ട ബാധ്യത? നബി തങ്ങൾ പറഞ്ഞു, അയ്യഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനെ ആരാധിക്കലാണ്, ഒരാളെയും പടച്ചവനോട് പങ്കു ചേർക്കാതിരിക്കലാണ്, സർവ്വസമയത്തും അല്ലാഹുവിന്റെ ഇബാദത്തിൽ ശ്രദ്ധിക്കലാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നു, അടിമകളായ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവോടുള്ള ഒന്നാമത്തെ ബാധ്യത നിറവേറ്റലാണ്. അടിമകൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. മുസ്ലിമിന്റെ ബാധ്യതകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നാമത്തെ ബാധ്യത തന്നെ ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖാ, അല്ലാഹുവോട് നീ ചെയ്യേണ്ട ബാധ്യതകളുണ്ട്. എന്താണ് പടച്ചവനോട് ചെയ്യേണ്ട ബാധ്യത എന്നറിയുമോ? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനാണ്. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. അതാ ലോക ചരിത്രത്തിന്റെ മുമ്പിൽ ഒരുപാട് പരിശുദ്ധമായ തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങൾ സമർപ്പിച്ചിട്ടുള്ള മഹാനാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഏറെ സമയം കഴിഞ്ഞു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് പറഞ്ഞു, അബൂ ഹാമിദുൽ ഗസാലി, ഓ പ്രിയപ്പെട്ട ഗുരുവര്യരേ, ഒരുപാട് കാലമായി ഞാൻ അങ്ങയോടുകൂടെ പഠനം നടത്താൻ തുടങ്ങിയിട്ട്, ഒരുപാട് കാലമായി ഞാൻ അങ്ങയിൽ നിന്ന് മൊഴിമുത്തുകളെ എഴുതിയെടുക്കാൻ തുടങ്ങിയിട്ട്, എന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് അങ്ങയുടെ വിജ്ഞാനം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് മഹാനുഭാവരെ. പക്ഷേ എനിക്കിപ്പോ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പേടിയാണ്. ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, വിജ്ഞാനം ഒരുപാട് എന്റെ കയ്യിലുണ്ട്, പക്ഷേ ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുമോ? ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് എഴുതിത്തരുമോ? ഇമാം അബൂ ഹാമിദുൽ ഗസാലിയുടെ മുമ്പിൽ ഈ ശിഷ്യൻ ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എഴുതി കൊടുത്ത ഗ്രന്ഥമാണ് അയ്യുഹൽ വലദ്, ഓ പൊന്നുമോനെ. ഒരു ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അതാണ്, ഓ പൊന്നുമോനെ, ഓ മോനെ എന്ന് വിളിച്ചുകൊണ്ടൊരു ഗ്രന്ഥം മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി കൊടുക്കുകയാണ്. ആ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഇങ്ങനെ മറിച്ചാൽ കാണാം, ആ കുഞ്ഞുമോനോട്, തന്റെ ശിഷ്യനായ ആ കുട്ടിയോട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്, ഇന്നി നളർതു ഫീ ഇൻജീലി ഈസാ, ഈസാ നബിയുടെ ഇൻജീൽ എന്ന ഗ്രന്ഥം കാണാൻ നിന്റെ ഉസ്താദായ അബൂ ഹാമിദുൽ ഗസാലിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇൻജീൽ എന്ന ഗ്രന്ഥം കാണാൻ, അതിന്റെ പേജുകളിലൂടെ കണ്ണോടിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ ഫറഅയ്തു ഫീഹാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആ ഗ്രന്ഥം ഞാൻ നോക്കുമ്പോൾ ഫറഅയ്തു ഫീഹാ, ഈസാ നബി ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ഞാൻ കാണുകയാണ്, അന്നൽ അബ്ദ, ഒരു അടിമ, അന്നൽ മയ്യിത ഇദാ വുദിഅ അലൽ ജനാസ, ഒരു മനുഷ്യൻ മരണപ്പെട്ടുകൊണ്ട് മയ്യത്തു ജനാസക്കത്തിലേക്ക് അവനെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടവനായ ശിഷ്യനെ ഉപദേശിക്കാൻ വേണ്ടി തന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്തൊരു സംഭവം പറയുകയാണ്. ഓ മോനെ, മഹാനായ ഇമാം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇൻജീൽ എന്ന ഗ്രന്ഥം വായിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ ഇൻജീലിൽ ഞാൻ കണ്ട ഒരു സത്യം
നിന്നെ അറിയിക്കുകയാണ്, അന്നൽ മയ്യിത ഇദാ വുദിഅ അലൽ ജനാസ, ഒരു മയ്യിത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജനാസയുടെ മയ്യിത്ത് കട്ടിലിലേക്ക് അതങ്ങ് കയറ്റി വെച്ചു കഴിഞ്ഞാൽ ഹത്താ യൂളാ അലാ ശഫീരിൽ ഖബർ, കൊണ്ടുപോയിട്ട് ഖബറാകുന്ന വീടിന്റെ വാതിൽക്കലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് വരെ യസ്അലുഹു തആല 40 സുആലാ, ആ മനുഷ്യനോട് അല്ലാഹു 40 ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇൻജീൽ എന്ന ഗ്രന്ഥം വായിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ ഞാനത് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ്. മഹാനായ ഈസാ തന്റെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞ് വെള്ളത്തുണിയിൽ അയാളെ മൂടിക്കഴിഞ്ഞാൽ പിന്നെ മയ്യത്തുകട്ടിലേക്ക് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ചുമലിലേറ്റിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ യസ്അലുഹു തആല 40 സുആലാ, ആ മനുഷ്യനോട് അല്ലാഹു 40 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ്, യാ അബ്ദി, ഓ എനിക്കേറെ പ്രിയപ്പെട്ട എന്റെ അടിമ, ഓ എനിക്കേറെ പ്രിയപ്പെട്ട എന്റെ അടിമകളിൽപ്പെട്ട മനുഷ്യ, ഓ നിനക്ക് ഞാൻ 2 അവയവങ്ങൾ പ്രധാനമായി തന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായും നിന്റെ ശരീരത്തിൽ ഞാൻ നിനക്ക് 2 അവയവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നിന്റെ മുഖമായിരുന്നു, മറ്റൊന്ന് നിന്റെ ഹൃദയമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഖബറിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോ അല്ലാഹുവിന്റെ 40 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്, നിനക്കു ഞാൻ പ്രധാനമായി 2 അവയവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നിന്റെ മുഖമായിരുന്നു, മറ്റൊന്ന് നിന്റെ ഹൃദയമായിരുന്നു. മുഖം ഞാൻ തന്നത് അത് ജനങ്ങൾക്ക് കാണാനായിരുന്നു, നിന്നെ തിരിച്ചറിയാനായിരുന്നു. നിന്റെ ഉപ്പയുടെ മകനാണ് എന്ന്, നീ ഇന്ന വ്യക്തിയാണ് എന്ന്, ഇന്ന നാട്ടുകാരനാണ് എന്ന് നിന്നെ തിരിച്ചറിയാനാണ് ഞാൻ നിനക്ക് മുഖം തന്നത്. ആളുകൾക്ക് കാണാനായിരുന്നു മുഖം. എന്നാൽ ആളുകൾക്ക് കാണിക്കാനുള്ള നിന്റെ മുഖത്തെ എത്ര തവണയാണ് നീ സുന്ദരമാക്കി കൊണ്ടുവരുന്നത്? ഒരു മാസത്തിൽ എത്ര തവണയാണ് നീ സലൂണിൽ ചെന്നത്, നീ ബ്യൂട്ടി പാർലറിൽ ചെന്നത്? എത്ര തവണയാണ് നീ ക്ലീൻ ഷേവ് ചെയ്ത് നിന്റെ മുഖത്തെ കൊണ്ടു നടന്നത്? എത്ര കാലം ആളുകളെ കാണിക്കാൻ നിന്റെ മുഖത്തെ നീ കൊണ്ടു നടന്നപ്പോൾ അല്ലാഹു ചോദിക്കുകയാണ്, വലൻ തുതഹിർ മന്നരീസ, നിനക്കറിയാമായിരുന്നില്ലേ എനിക്കു കാണാനുള്ളത് നിന്റെ ഹൃദയമാണ് എന്ന്? ജനങ്ങൾക്കു കാണാനുള്ള നിന്റെ മുഖം എത്ര തവണയാണ് നീ അത് സുന്ദരമാക്കി കൊണ്ടു നടന്നത്? എനിക്ക് നോക്കാനുള്ള നിന്റെ ഹൃദയം 1 മണിക്കൂറെങ്കിലും ശുദ്ധമാക്കി നിർത്താൻ നിനക്ക് കഴിഞ്ഞുവോ? അല്ലാഹുവിന്റെ ഖബറിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന അടിമയോടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇൻജീൽ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പ്രധാന വിവരം ഇതാണ്, അല്ലാഹുവിനെ നോക്കാൻ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യം നോക്കാറില്ല, നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗി നോക്കാറില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കരുത്ത് അല്ലാഹുവിന് വിഷയമല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. പടച്ചവന്റെ നോട്ടം ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് എന്ന് എത്രയോ തവണ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ട് എപ്പോഴെങ്കിലും എന്റെ റബ്ബിന്റെ നോട്ടത്തിന്റെ സ്ഥലമായ ഹൃദയമൊന്ന് ശുദ്ധിയായി കിടക്കണമേ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് മഹാനായ അല്ലാഹു തആല ഖബറിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന അടിമയോട് ചോദിക്കുന്നു എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ ഇൻജീലിൽ എഴുതിയിട്ടുണ്ട്. ഇൻജീലിൽ അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി കൊടുക്കുകയാണ്. അതുകൊണ്ട് മതത്തിന്റെ പ്രധാനമായ ഭാഗം ഇതാണ്. ഒന്ന്, അല്ലാഹുവിനോടുള്ള കടമകളെ നിറവേറ്റലാണ്. എന്താണ് അല്ലാഹുവിനോടുള്ള കടമകളെ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലേക്ക് വരാം. ഒരു ഉദാഹരണം നമുക്ക് മുമ്പിൽ അല്ലാഹു വെക്കുന്നുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഹനീഫാ
ومن يرغب عن ملة إبراهيم حنيفا إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. ശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നല്ല ഒരു ജീവിതം നമുക്ക് മാതൃകയായി വെച്ചു തരുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇബ്രാഹിം നബിയുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗമാണ് നിഷ്കിഷ്ടം എന്നാരാണ് പറയുക? വിഡ്ഢികളല്ലാത്ത ബുദ്ധിമാന്മാരെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് സയ്യിദുനാ വനബിയുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് ഇബ്രാഹിം നബിയുടെ പ്രത്യേകത? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഐഹിക ലോകത്തിന്റെ അടുത്ത് ഉന്നതനാണ്. ഐഹികമായ ലോകത്ത്, ഭൗതികമായ ലോകത്ത് ഇബ്രാഹിം നബി ഉന്നതനാണ്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. പരലോകത്തേക്ക് ചെന്നാലും ഇബ്രാഹിം നബി സമുന്നതനാണ്. ഈ ലോകത്ത് ഇബ്രാഹിം നബി ഉന്നതനാണ്. മരണപ്പെട്ടു ചെന്നാലും ഇബ്രാഹിം നബി ഉന്നതനാണ്. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തൊരാളുടെ മുമ്പിലും അപജയപ്പെടാതെ, പരാജയപ്പെടാതെ, കൈനീട്ടാതെ സമാധാനത്തോടുകൂടെ ജീവിക്കണം. പരലോകത്തു ചെന്നാൽ ഉന്നതനായി സ്വർഗത്തിലേക്ക് ചെല്ലണം. അങ്ങനെ ജീവിക്കണമോ? അത് ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. എന്തുകൊണ്ട് ഇബ്രാഹിം നബി ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചു? പരിശുദ്ധമായ ഖുർആന്റെ തൊട്ടടുത്ത ആയത്ത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഇബ്രാഹിം നിങ്ങൾ എനിക്ക് വഴിപ്പെടൂ എന്ന്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നിങ്ങൾ എനിക്ക് വഴിപ്പെടൂ എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ഇതാ എപ്പോഴേ വഴിപ്പെട്ടുവല്ലോ എന്ന് അല്ലാഹുവിനോട് തിരിച്ചു പറഞ്ഞയാളാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അനുസരണയുള്ള അടിമ, അല്ലാഹു പറഞ്ഞത് ശരീരം കൊണ്ട് ഏറ്റെടുത്ത അടിമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 80 വയസ്സ് പ്രായമുള്ളപ്പോ, ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ളവരെ, 80 വയസ്സ് പ്രായമുള്ളപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സിറിയയിലെ ഡമസ്കസിന്റെ തെരുവീതിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വിജനമായ പ്രദേശമാണ്, ആരാരും അവിടെ താമസിക്കുന്നില്ല. വിജനമായ ഡമസ്കസിന്റെ തെരുവോരങ്ങളിലൂടെ സയ്യിദുനാ ഇബ്രാഹിം നബി ഏകനായി നടക്കുകയാണ്. വലിയ പട്ടുകച്ചവടക്കാരനായിരുന്നു, നല്ല ബിൽഡിങ്ങിന്റെ പണിയറിയുന്ന എഞ്ചിനീയർ ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സ്വന്തമായി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കയ്യിലൊരു മഴുവുണ്ട്. ആ മഴുവും തോളിലിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം നബിയെ, സല്ലല്ലാഹു അലൈക്കൽ ഖിതാൻ, അല്ലാഹു നിങ്ങളിലൂടെ സുന്നത്തു കല്യാണമെന്ന കർമ്മം നടപ്പിലാക്കാനിരിക്കുകയാണ്. ഇബ്രാഹിം നബിയെ ആ പുരുഷന്മാരുടെ ലിംഗത്തിന്റെ അഗ്രഭാഗം ചെത്തിക്കളഞ്ഞുകൊണ്ടുള്ള സുന്ദരമായ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മം നിങ്ങളിലൂടെ ലോകത്തിന് അല്ലാഹു സമർപ്പിക്കുകയാണ്. ആദ്യമായി അല്ലാഹു അതിന്റെ നിർബന്ധ ബാധ്യത നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് സുന്നത്ത് കല്യാണം കഴിക്കേണ്ടത് എന്ന് മഹാനായ ഇബ്രാഹിം നബിക്ക് അറിഞ്ഞുകൂടാ. കയ്യിലുള്ളതൊരു മഴുവാണ്. അതിന്റെ രൂപം പടച്ചവൻ വിശദീകരിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പേ തന്റെ മഴു ഉപയോഗിച്ചുകൊണ്ടാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവൻ പറഞ്ഞു, ഞാനിതാ അത് കേട്ടിരിക്കുന്നു. ഉടനെ അങ്ങ് കാര്യം സാധിച്ചു. വല്ലാതെ വേദനിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം നബിയെ, എന്തിനാണ് ഇങ്ങനെ ധൃതി കാണിച്ചത്? വല്ലാതെ മുറിവ് പറ്റിപ്പോയല്ലേ, വല്ലാതെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു അത്രേ, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, എന്നോട്
എന്നോട് അല്ലാഹു സുന്നത്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞു. മാർക്ക കല്യാണം എന്ന കർമ്മം എന്റെ മേൽ അല്ലാഹു നിർബന്ധമാക്കി. അങ്ങനെ ഞാൻ അത് ചെയ്യുന്നതിന്റെ മുമ്പ് അസ്രായീൽ എന്റെ റൂഹ് എടുത്തു പോയാൽ അല്ലാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന് പേടിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഞാൻ ആ കർമ്മം ചെയ്തതെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പറഞ്ഞപ്പോഴേക്ക് ഞാനിതാ ചെയ്തു എന്ന് പറയാനുള്ള ഇബ്രാഹിമിന്റെ മനസ്സ് ജിബ്രീൽ വന്നു പറഞ്ഞതല്ല, അല്ലാഹു വഴിയറിയിച്ചതല്ല. കുഞ്ഞുമോൻ ഇസ്മായിലിനെ അറുക്കാൻ പ്രായമേറെ ആയപ്പോൾ മക്കളൊന്നുമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ജനിച്ച കുഞ്ഞുമോനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അല്ലാഹു വഴിയറിയിച്ചതല്ല, മോനെ അറുക്ക് എന്നല്ല പറഞ്ഞതല്ല, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അറിയിച്ചതല്ല. ഉറക്കത്തിൽ ഇതാ 3 തവണയായി ഞാൻ കാണുന്നു. ഉറക്കത്തിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ 3 തവണ സ്വപ്നത്തിലായി കണ്ടതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന്റെ പേരിലാണ് അല്ലാഹുവിന് വേണ്ടി മകനെ അറുത്തു കൊടുക്കാൻ തയ്യാറാകുന്നത്. ഇസ്മായിലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മോനെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹു ആണല്ലോ അമ്പിയാക്കന്മാർക്ക് സ്വപ്നം കാണിക്കുക. അല്ലാഹുവിന്റെ കൽപ്പനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ അറുക്കാനാണ് റബ്ബനോട് പറയുന്നത്. എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കാൻ കഴിഞ്ഞ മനസ്സ്, അതാണ് ഇബ്രാഹിം നബിയുടെ മനസ്സ്. അത് അർപ്പണത്തിന്റെ മനസ്സാണ്. അങ്ങനെ അർപ്പിക്കാൻ കഴിയുന്ന ഒരു മനസ്സാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടത് എന്ന് ഒന്നാമത്തെ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യാ മുആദേ, അടിമകളായ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത അല്ലാഹുവിനോട് ഒരാളെയും പങ്കു ചേർക്കാതിരിക്കലാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത് 2 പാഠങ്ങളാണ്. ഒന്ന്, സ്വന്തം ജീവിതത്തെ അല്ലാഹുവിന് അർപ്പിക്കാൻ പഠിച്ച പാഠമാണ്. കുടുംബത്തെ ഒഴിവാക്കിയിട്ട് പോരാൻ അല്ലാഹു പറഞ്ഞപ്പോ മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാത്ത ഉദാഹരണമായി ലോകത്തിന്റെ മുമ്പിൽ കിടക്കുകയാണ്. പൂർണ്ണമായ സമർപ്പണമായ ജീവിതം. രണ്ടാമത്തെ കാര്യം ഇതാണ്, വിശുദ്ധമായ ഖുർആൻ, ഇബ്രാഹിം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഇബ്രാഹിം നബി തന്റെ മക്കളെ വിളിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ട ഇസ്ഹാഖ് എന്ന മകൻ, 2 പേരെയും വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറയുന്നു, ഓ മക്കളെ, പടച്ചവൻ നമുക്ക് തെരഞ്ഞെടുത്തു തന്ന ഒരു മതം പരിശുദ്ധമായ ഇസ്ലാം എന്ന മതമാണ്. സ്വന്തമായി ഇസ്ലാമിലായി ജീവിക്കുക, സ്വന്തം മക്കളിലേക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക. 2 ബാധ്യതകൾ ഇബ്രാഹിം നബി ലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, സ്വന്തമായി ഇസ്ലാമിന്റെ നല്ല അനുയായിയായി ജീവിക്കുക. 2, പൂർണ്ണമായ ഇസ്ലാമിന്റെ ജീവിതം മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ കോറ്റേരിയുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഈ SKSSF പ്രവാസി സംഘടനയും സംഘടിപ്പിച്ച പരിശുദ്ധമായി കൂട്ടായ്മ സംഘടിപ്പിച്ച പരിശുദ്ധമായി മജ്ലിസിൽ ഞാൻ അവസാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധനായ നബി ഇബ്രാഹിം നബിയുടെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് മക്കളിലേക്ക് ഇസ്ലാമിനെ പകർന്നു കൊടുക്കുക എന്നത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. മാതാപിതാക്കളായ നമ്മൾ എപ്പോഴെങ്കിലും മക്കളോട് പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിനെ പറ്റി? എപ്പോഴെങ്കിലും സൂചിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രായമായ ഇബ്രാഹിം നബി മരണശയ്യയിൽ കിടന്നുകൊണ്ട് ആ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. മക്കളെ, മോനെ ഇസ്മായിൽ, എന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്ഹാഖ്, 2 പേരും നല്ലവണ്ണം ശ്രദ്ധിച്ചോ. അല്ലാഹു നമുക്ക് തന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കുക. നിങ്ങൾ മരിക്ക ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
മരിക്കുമ്പോ ഇസ്ലാമിലല്ലാതെ മരിക്കല്ല കേട്ടോ, ഇസ്ലാമില്ലാതെ മരിക്കല്ല. എന്റെ മക്കൾ നാളെ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ മരണപ്പെട്ടിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോ ഇസ്ലാം നഷ്ടപ്പെടുത്തിയവരായി മടങ്ങാൻ പാടില്ല. ഒരു ബാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണിത്. അതേസമയം മക്കൾക്ക് ഹറാമിന്റെ കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കാനേ നമുക്ക് സമയമുള്ളൂ. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോനെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന്? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോളെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന്? എപ്പോഴെങ്കിലും അവരെ ഉപദേശിച്ചിട്ടുണ്ടോ ഇസ്ലാം എന്ന മതത്തിലായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്? എപ്പോഴെങ്കിലും അവരെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് അല്ലാഹു അനുവദിക്കാത്ത വസ്ത്രമാണ് എന്ന് ശരീരം പുറത്തുകാട്ടി അവർ നടക്കുമ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പെൺമക്കൾക്ക്? ഇല്ലേ. എന്നാൽ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മാതൃക നമ്മൾ പിന്തുടർന്നിട്ടില്ല. ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മാതൃക നമ്മുടെ ജീവിതത്തിൽ അശേഷം വന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാമുമാരുടെ ആ ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, നബി തങ്ങളുടെ ഹദീസ് വിശദീകരിക്കുന്ന മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം, ലുഖ്മാനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ലുഖ്മാൻ എന്നറിയപ്പെട്ടയാളാണ് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ഈ കാലഘട്ടത്തിന്റെ ഈ ഒരു ഉമ്മത്തിന്റെ ലുഖ്മാൻ. എന്താണ് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ പ്രത്യേകത? ലോകത്തിന്റെ മുമ്പിൽ ഒരു പ്രവാചകനല്ല, എന്നിട്ടുകൂടി ഒരു പ്രവാചകനല്ല, ഒരു അമ്പിയാക്കളിൽപ്പെട്ട ഒരാളല്ല, എന്നിട്ടുകൂടി ലുഖ്മാൻ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്തു ലുഖ്മാൻ, ലുഖ്മാൻ അലൈഹിസ്സലാമിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ലുഖ്മാനിന്റെ മാതൃക ഈ ഉമ്മത്തിൽ കാണിച്ച മഹാനാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ഞാൻ പറയട്ടെ, ഹാത്തിമുൽ അസ്സം ഒരിക്കൽ പറഞ്ഞു, തന്റെ കൂടെ തന്റെ ഗുരുനാഥനായ ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന അറിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഗുരുനാഥനിൽ നിന്ന് പ്രധാനമായും ഞാൻ പഠിച്ചെടുത്തത് 8 പാഠങ്ങളാണ്. എന്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ പഠിച്ചത് പ്രധാനമായും 8 പാഠങ്ങളാണ്. ആ 8 പാഠങ്ങൾ എന്റെ ജീവിതത്തിന്റെ സാരാംശമാണ്. എന്റെ കൊയ്തേരിയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ഏറ്റെടുത്തോളൂ. 8 കാര്യങ്ങൾ ഹാത്തിമുൽ അസ്സമിന്റെ 30 കൊല്ലത്തെ വിജ്ഞാനത്തിന്റെ അധ്യാപനത്തിന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ വലിയ സ്വത്തായി അദ്ദേഹം എഴുതി വെച്ച 8 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഇന്നി റഅയ്തു നാസ് യുഹിബ്ബൂന ബഅദുഹും ബഅദാ. ഹാത്തിമുൽ അസ്സം പറയുകയാണ്, ജനങ്ങളെ ഞാൻ ഇങ്ങനെ പരിഗണിച്ചു നോക്കുമ്പോൾ, ജനങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, റഅയ്തുഹും യുഹിബ്ബു ബഅദുഹും ബഅദാ, അവർ പരസ്പരം സ്നേഹിക്കുന്നവരുണ്ട്, പരസ്പരം പ്രണയിക്കുന്നവരുണ്ട്, കമിതാക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്. ലോകത്തൊരുപാട് സ്നേഹിക്കുന്നവരായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാത്തിമുൽ അസ്സം എന്ന മഹാൻ എഴുതി വെക്കുന്നു, ഇവരെ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ ബഅദുഹും അവരുടെ സ്നേഹം നിലനിൽക്കുന്നത് ഏതുവരെയാണ്? ഇങ്ങനെ ജീവിക്കുന്ന സുഹൃത്തുക്കളുടെ സ്നേഹം ഏതുവരെ നിലനിൽക്കും? ഞാൻ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നതുവരെ ചിലരുടെ സൗഹൃദബന്ധം നിലനിൽക്കുന്നതായി കണ്ടു. ചിലരുടെ സൗഹൃദബന്ധം നിലനിൽക്കുന്നത് മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നത് വരെയാണ്. മരിച്ചു എന്ന് പറഞ്ഞ വീട്ടിലേക്ക് തന്റെ സുഹൃത്തിന്റെ ജനാസ കാണാൻ പോലും വരാത്ത സുഹൃത്തുക്കളില്ലേ? അങ്ങനെ ചില സുഹൃത്തുക്കളുണ്ട്. അതിലപ്പുറം ഞാൻ ആലോചിച്ചപ്പോൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവർ മരണപ്പെട്ട ഈ മയ്യിത്ത് വന്ന് കാണാൻ വരെ വരും. ചില ആളുകൾ ഖബർ വരെ വരും, ചില ആളുകൾ ഖബറിലേക്ക് വെച്ച് പൊട്ടിക്കരയും. അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പഠിച്ച കൂട്ടുകാരെല്ലാവരും വളരെ ശ്രദ്ധിക്കണേ. മഹാനായ ഹാത്തിമുൽ അസ്സം പറയുന്നു, ലോകത്തിൽ ഞാൻ കണ്ട ഒരു കൂട്ടുകാരനും ഖബറിൽ ഇറങ്ങി കിടന്നിട്ടില്ല, അങ്ങനെ കിടക്കുകയുമില്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾ ആരെ സ്നേഹിച്ചാലും, ആരെ പ്രണയിച്ചാലും, ആരെ ഇഷ്ടപ്പെട്ടാലും ഒരാളും നിങ്ങളെ ഖബറിൽ വരില്ല.
ഖബറിൽ കിടക്കാൻ ഒരാളെയും കിട്ടില്ല. ഏറി വന്നാൽ ഖബറിന്റെ സമീപത്ത് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകാനല്ലാതെ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കേൾപ്പില്ല, നിങ്ങളുടെ സൗഹൃദബന്ധങ്ങൾക്കാവില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, അല്ലാഹുവേ, ഖബറിന്റെ ഏകാന്തതയിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോ എന്റെ ഖബറിൽ ഇറങ്ങി വരാൻ, എനിക്ക് തണൽ നൽകാൻ, എനിക്ക് ദുനിയാവിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാവുന്ന കൂട്ടുകാരനാരാൻ? ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു നോക്കിയപ്പോൾ ഫറഅയ്തുൽ അഅമാല സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. നമ്മളുടെ ഖബറിൽ വരാൻ, നമ്മളോട് കൂടെ ജനാസക്കകത്ത് വരാൻ, നമ്മളോട് കൂടെ ഖബറിന്റെ ഇരുട്ടിൽ വെളിച്ചം തരാൻ സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഫസ്തഖൽതു ബിഹാ, ഞാൻ പിന്നെ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് ഈ കൂട്ടുകാരന്മാർ? ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ ഉള്ളിൽ എന്നെ സമാശ്വസിപ്പിക്കാൻ വരാൻ പോലും ഇവർക്ക് പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ ഏകദേശം അതിന്റെ വക്കുവരെ വന്നിട്ട് ഏറി വന്നാൽ എനിക്ക് വേണ്ടി കരയാനല്ലാതെ ഇരുട്ടിൽ എന്റെ കൂടെ വെളിച്ചം തരാൻ എന്റെ ഒറ്റ കൂട്ടുകാരനും സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. എന്തിനാണ് ഇങ്ങനത്തെ കൂട്ടുകാരന്മാർ? എന്റെ കൂട്ടുകാരനായി അൽഅഅമാലു സ്വാലിഹാത്ത്, എനിക്ക് സൽക്കർമ്മങ്ങൾ മതി. അങ്ങനെ ഞാൻ സൽക്കർമ്മങ്ങളുമായി നല്ല നല്ല പ്രവർത്തനങ്ങളുമായി നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു ജീവിക്കാൻ പഠിക്കുകയാണ്. ഇത് ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ്. മഹാനായ ഖാതമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ പാഠം ഇതാണ്. ഞാൻ ജനങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠനം നടത്തി നോക്കിയപ്പോൾ ജനങ്ങൾ പലതരക്കാരാണ്. അവർ പരസ്പരം അസൂയ വെക്കുകയാണ്, ദേഷ്യം വെക്കുകയാണ്, അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ ആലോചിച്ചു, എന്തിനാണ് ആളുകൾ തമ്മിൽ ഇത്ര പ്രശ്നം? അയൽവാസികൾ തമ്മിൽ തെറ്റി നിൽക്കാൻ, സഹോദരന്മാർ തമ്മിൽ തെറ്റി നിൽക്കാൻ, വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമാണ്. ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഈ ജനങ്ങളൊക്കെ തെറ്റി താമസിക്കുന്നത്? എന്തിനാണ് ഇവരുടെ പിണക്കം? ഞാൻ മനസ്സിലാക്കി, എല്ലാവരും പിണങ്ങി നിൽക്കുന്നതിന്റെ പ്രധാനമായ അടിസ്ഥാനം സമ്പത്തിന്റെ പേരിലാണ്. ചിലർക്ക് അധികമായി സമ്പത്തുള്ളപ്പോൾ മറ്റു ചിലർക്ക് അവരോട് വെറുപ്പാണ്. അങ്ങനെ സമ്പത്തിന്റെ പേരിലാണ് ആളുകൾ ഇങ്ങനെ അസൂയ വെക്കുന്നത്. അവർ പണത്തിന്റെ പേരിലാണ് പരസ്പരം ശത്രുത വെക്കുന്നത്. ഞാനങ്ങനെ ആലോചിച്ചു നോക്കിയപ്പോൾ വിശുദ്ധമായ ഖുർആൻ എടുത്തൊരാവർത്തി ഞാൻ വായിച്ചപ്പോൾ അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ജനങ്ങൾക്കിടയിൽ നാമാണ് സമ്പത്തിനെ വിഭജനം നടത്തിയത്. ഗൾഫിൽ പോയി 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി തന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തി പോയ മോനാണ്. 27-ാം വയസ്സിൽ അവിടുന്ന് തലമുടി കൊഴിയാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് നാട്ടിലേക്ക് കയറ്റിവിട്ടു. കൊണ്ടുവന്നു നോക്കുമ്പോൾ കിഡ്നിയൊക്കെ ഫെയിലിയർ ആയിട്ടുണ്ട്, വലിയ രോഗത്തിന്റെ അടിമയായിട്ടുണ്ട്. 28-ാം വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി. ആ കുടുംബം ഇന്നും ഒറ്റ രൂപ ഉണ്ടാക്കാൻ, ആ വീടിന്റെ പണയം തീർക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണിത് തീരുമാനിച്ചത്? ആരാണിത് കണക്കാക്കി വെച്ചത്? മുഅ്മിനീങ്ങളെ, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. നഹ്നു ഖസംനാ ബൈനകും മഈശതകും ഫിൽ ഹയാത്തിദ് ദുനിയാ, നിങ്ങൾക്ക് ആർക്കു പണം വേണം, ആർക്കു പണം വേണ്ട, ആരുടെ കയ്യിൽ സമ്പത്ത് വേണം, ആരുടെ കയ്യിൽ സമ്പത്ത് വേണ്ട എന്ന് തീരുമാനിച്ചത് ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല. പിന്നെന്തിനാണ് ആളുകൾ ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്നത്? ഇതാണ് രണ്ടാമത് ഞാൻ പഠിച്ച പാഠമെന്ന് ഖാതമുൽ അസ്മ ലോകത്തോട് പറയുകയാണ്. പണത്തിന്റെ പേരിലല്ലേ? അവന് വാഹനമുണ്ട്, എനിക്ക് വാഹനമില്ല. അവന് വലിയ വീടുണ്ട്, എനിക്ക് വീടില്ല. ഇതിന്റെ പേരിലാണ് നമ്മുടെ അസൂയ. ഇതിന്റെ പേരിലാണ് നമ്മൾ പരസ്പരം തല്ലുകൂടുന്നത്. ഇതിന്റെ പരസ്പരം
എന്തിനാണ് വെറുക്കുന്നത്? അല്ലാഹു പറയുന്നു, നിങ്ങളുടെ പണം വിഭജിച്ചവൻ ഞാനാണ്. ഞാനാണ് നിങ്ങൾക്ക് സമ്പത്ത് വിഭജിച്ചവൻ, നിങ്ങളല്ല. നിങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യവുമില്ല. എന്റെ പണം വിഭജിച്ചവൻ ഞാനാണ്. പിന്നെ ആളുകൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഇന്റെ വസന്തമായി ഈ ഒരു മാസത്തിൽ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനമായ പാഠം ഇതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്തിന്റെ മുമ്പിൽ വലിയ പാഠമല്ലേ? വലിയ അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. പാവപ്പെട്ടവനായി എന്നെ ജീവിപ്പിക്കൂ റബ്ബേ, പാവപ്പെട്ടവനായി എന്നെ മരിപ്പിക്കൂ റബ്ബേ, പാവപ്പെട്ടവരോടുകൂടെ നാളെ നിന്റെ സ്വർഗ്ഗത്തിൽ എന്നെ വിളിക്കണമേ റബ്ബേ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി മുഹമ്മദുർ റസൂലല്ലാതെ വേറൊരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുമോ? നമുക്ക് കാണാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, ഏതൊരു വ്യസനം അനുഭവിക്കുന്ന ആളുടെ ജീവിതത്തിന്റെ മുമ്പിലും റസൂലുള്ള വരികയാണ്. നബി തങ്ങളെക്കാൾ വേദന സഹിച്ച ഒരാൾ ലോകത്തുണ്ടാകുമോ? ജനിക്കുന്നതിന്റെ മുമ്പേ വാപ്പ മരണപ്പെട്ടു പോയ ആളാണ്. 6 വയസ്സായപ്പോ ഉമ്മ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആളാണ്. അബമാഇന്റെ മരുഭൂമിയിലൂടെ ഉമ്മായുടെ കയ്യും പിടിച്ചുകൊണ്ട് നടക്കുമ്പോ പൊന്നുമ്മായോട് കഥനം പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ആമിന ബീവിയുടെ ശരീരം അങ്ങ് നിശ്ചലമായി അബവാഇന്റെ മണൽ ഭൂമിയിൽ അങ്ങ് വീണുപോയപ്പോ ഉമ്മാന്റെ മുഖത്തേക്ക് മണലിങ്ങനെ തുടച്ചു കൊടുത്തിട്ട് യാ ഉമ്മീ, എന്റെ ഉമ്മ എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ എന്ന് ഉമ്മാന്റെ മുഖത്ത് തട്ടിയിട്ടിങ്ങനെ ഉണർത്താൻ ശ്രമിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കുട്ടിയേക്കാൾ സങ്കടം സഹിച്ച ആരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത്? കഴിഞ്ഞ ആഴ്ചയുടെ മേലെയായി കഴിഞ്ഞ മാസത്തിലെ വെള്ളിയാഴ്ചയിലാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ധരിച്ചുകൊണ്ട് പ്രസവത്തിന് വേണ്ടി ഡെലിവറി റൂമിലേക്ക് മാറ്റപ്പെടുന്നത്. ലേബർ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ വല്ലാത്ത ഒരു മനസ്സോടുകൂടെ ഞാനിങ്ങനെ നടക്കുമ്പോ വല്ലാതെ മനസ്സിൽ സങ്കടം നിറയുകയാണ്. വെള്ളിയാഴ്ച രാവിലെ കൊണ്ടുപോയി വേദന തുടങ്ങിയതാണ്. 4 മണിയായിട്ടുണ്ട്, പ്രസവമായിട്ടില്ല. വല്ലാത്ത ഒരു ബേജാറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ നമ്മുടെ മനസ്സ് പടഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണല്ലോ. ആളുകളോട് പറയാൻ സുഖമാണ്, ക്ഷമിക്കൂ, അല്ലാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കൂ, ഖലാഇൽ ക്ഷമിക്കൂ എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ സ്വന്തത്തിലേക്ക് വരുമ്പോഴല്ലേ തകർന്നു പോകാൻ തുടങ്ങുക. എല്ലാ ക്ഷമയുടെ നെല്ലിപ്പടികളും തകരുന്ന രംഗം നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. വല്ലാത്ത ബേജാറിൽ ഇങ്ങനെ നടക്കുകയാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. ഡോക്ടർ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നു, വേദന ശക്തിയാകുന്നുണ്ട്. പക്ഷേ കുഞ്ഞിന്റെ കിടത്തം ഇപ്പോഴും ശരിയായിട്ടില്ല. വല്ലാത്ത സങ്കടമായി പോയി. 5 മണിയാവാൻ നേരത്ത് വീണ്ടും ഡോക്ടർ വല്ലാത്ത ഒരു മുഖത്തോടെ കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, വല്ലാതെ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വല്ലാത്ത ഒരു ഘട്ടത്തിലാണ്. ഇനിയും ദീർഘിച്ചു പോയാൽ ഉമ്മായുടെ ജീവിതം പോലും ബേജാറാകുന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. അവരാകെ തളർന്നിട്ടുണ്ട്, ശരീരമാകെ തളർന്നു പോയിട്ടുണ്ട്, കുഞ്ഞിന്റെ മിടിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഇത് പറഞ്ഞാൽ എന്തായിരിക്കും അത് കേൾക്കുന്നവന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? മനസ്സ് വല്ലാത്ത പതറിപ്പോകുന്ന രംഗമായി പോയി. ആ അവസരത്തിൽ പിന്നെ എന്റെ പിതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് ഓപ്പറേഷനുള്ള പെർമിഷൻ നൽകാം, സിസേറിയൻ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയന് വേണ്ടി സമ്മതം കൊടുത്തിങ്ങനെ തിരിഞ്ഞു പോരുമ്പോ അറിയാതെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയിട്ടിങ്ങനെ വല്ലാത്ത ഒരു ബേജാറിലാണ് തിരിച്ചു പോരുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഒരു പരീക്ഷണത്തെ അഭിമുഖീകരിക്കുകയാണ്. പറയാൻ ക്ഷമിക്കാം എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല സുഖമാണ്. അങ്ങനെ വലിയ വിഷമവുമായി വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് തലകുനിച്ചിരിക്കുകയാണ്. അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഭാര്യ പിതാവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, വലിയ സങ്കടത്തിലാണെന്നോ? ഒരു സിസേറിയൻ നടക്കുന്നതിൽ ഇത്രയൊക്കെ സങ്കടപ്പെടാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അപ്പോൾ എന്നെ പിടിച്ചിങ്ങനെ കൊണ്ടുപോയിട്ട് നിയോ പ്ലസ് ഐസിയുടെ ഭാഗത്തേക്ക് കൊണ്ടുചെന്നു
ചെന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ കരഞ്ഞാലോ? ഇവിടെ നോക്കടോ, ഒരുപാട് കുട്ടികളെ നിനക്ക് കണ്ടുകൂടെ? അവർ ഹൃദയത്തിന് വാൾവില്ലാതെ ജനിച്ചവരാണ്, അവർ ലിംഗങ്ങളില്ലാതെ ജനിച്ച കുട്ടികൾ ഇവിടെയുണ്ട്, കൈമുടി മുറിഞ്ഞതായ അവസ്ഥയിൽ ജനിച്ച കുഞ്ഞുമക്കളുണ്ട്. ഒരു കേടുമില്ലാത്ത ഒരു കുഞ്ഞുമോളെ നിനക്കല്ലാഹു തന്നപ്പോ എന്തേ ഇങ്ങനത്തെ ഒരു കുട്ടിയെ തന്നെ പരീക്ഷിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ എന്തേ കഴിയാത്തത് എന്ന് പറഞ്ഞപ്പോഴാണ് അൽഹംദുലില്ലാഹ് എന്ന കലിമത്തിന്റെ വില എന്താണെന്ന് ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ ഉദാഹരണമല്ലേ? സങ്കടങ്ങളുടെ കൊടുമുടിയിൽ ജീവിച്ച റസൂലുള്ളാഹിയിൽ അതിലപ്പുറം ഒരു ഉദാഹരണത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? 4 മക്കൾ ജനിച്ചു, 4 മക്കൾ പെൺമക്കളാണ്. ഒന്നാമത്തെ മകൻ ഖാസിം, ആ കുട്ടി ചെറിയ പ്രായത്തിലെ മരണപ്പെട്ടു പോയി. രണ്ടാമത്തത് കുഞ്ഞുമോളാണ്, സൈനബാണ്. മൂന്നാമത്തത് റുഖയ്യയാണ്. നാലാമത്തത് ഉമ്മു കുൽസുമാണ്. 4ാമത്തെ കുട്ടി ജനിച്ചപ്പോഴേക്ക് 1ാമത്തെ മോൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ 3 പെൺമക്കളെ ജനിച്ചിട്ടുള്ളൂ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, 1ാമത്തതും 2ാമത്തതും പെൺകുട്ടിയായ പിന്നെ നമ്മളുടെ ചുറ്റുപാടിലൊക്കെ ഒരു പറച്ചിലുണ്ട്, പഠിച്ചവനെ 3ാമത്തതും പെണ്ണാകുമോ എന്ന്. ഒരാൾക്ക് 3ഓ 4ഓ പെൺമക്കളുണ്ടായാൽ പിന്നെ നമ്മൾ വീടാന്തരം കയറി ചർച്ചയാണ്. ഓന്റെ 3 കുട്ടികളും പെൺകുട്ടികളാണ്, ഓന്റെ 4 കുട്ടികളും പെൺകുട്ടികളാണ്. എന്തിനാണ് ഈ ബേജാർ? അതിനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾക്ക് ഉത്തമമായ ഉദാഹരണമാണെന്ന് പരിശുദ്ധമായ ദീൻ മുന്നോട്ട് വെച്ചത്. നോക്കൂ നിങ്ങൾ, 1ാമത്തെ മോൻ ഖാസിം മരണപ്പെട്ടു പോയി. 2ാമത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഫാത്തിമ എന്ന മോളെ മാത്രമേ നമുക്കറിയുകയുള്ളൂ. 7 മക്കളുടെ ഉപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ ചരിത്രത്തിൽ അങ്ങനെ വായന നടക്കാത്തത്? നമുക്കൊക്കെ അറിയാം ഫാത്തിമ മോളെ. എന്തേ ഫാത്തിമ മോളെ മാത്രം നമുക്കറിയുന്നത്? മറ്റു മക്കളെ കുറിച്ച് നമുക്കറിയാതിരിക്കാൻ കാരണം എന്താണ്? 3 പെൺമക്കൾ തുടരെയായി ഖദീജ ബീവി എന്ന് പ്രസവിച്ചു. ഒന്ന് സൈനബ്, 2ാമത്തത് റുഖയ്യയാണ്, 3ാമത്തത് ഉമ്മു കുൽസുമാണ്. 3 പെൺമക്കൾ ജനിച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ജാഹിലിയ്യത്തിന്റെ കഥകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടക്കുന്നത് പോലെ അന്ന് മക്കയിലെ ഖുറൈശികളാണ് അത് പറഞ്ഞു നടക്കാനുണ്ടായിരുന്നത്. അമുസ്ലിമീങ്ങളായ ആളുകൾ പറഞ്ഞു, ഇത് മുഹമ്മദിന് എന്തോ പരീക്ഷണം വന്നതാണ്. 1ാമത്തതും പെണ്ണ്, 2ാമത്തതും പെണ്ണ്, 3ാമത്തതും പെണ്ണ്. ആകെ ജനിച്ച ആൺകുട്ടി മരിച്ചു പോവുകയും ചെയ്തു. മുഹമ്മദിനെ ആരോ പരീക്ഷിക്കുകയാണ്, മുഹമ്മദിനെ ദൈവങ്ങൾ പരീക്ഷിക്കുകയാണ്. അന്നത്തെ കാഫിരീങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. എടാ, പെൺകുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞവനെ അവര് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പെൺകുട്ടികളെ കുഴിച്ചു മൂടല്ല എന്ന് പറഞ്ഞവനെ, ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവനെ, പെൺകുട്ടികളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചവനെ, നിനക്ക് തന്നെ പെൺകുട്ടികൾ പരീക്ഷണമായി വരട്ടെ, ഇനിയും നിനക്ക് ജനിക്കും, ഇനിയും പെണ്ണ് നിനക്ക് ജനിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിയോട് മക്കയിലെ ഖുറൈശികൾ കളിയാക്കി പറഞ്ഞപ്പോ, പരിഹസിച്ചു പറഞ്ഞപ്പോൾ തകർന്നു പോയിട്ടില്ല, വേദനിച്ചു പോയിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഹൃദയം. അവിടുന്ന് പറഞ്ഞതെന്താണ്? അള്ളാഹുവിന്റെ ഖിസ്മത്ത് കൊണ്ട് ഞാൻ ഇതാ തൃപ്തിപ്പെടുന്നു. പടച്ചവന്റെ വിധി അതാണെങ്കിൽ എനിക്കതിൽ വിഷമമില്ല. 4ാമത്തെ പ്രാവശ്യവും 5ാമത്തെ പ്രാവശ്യവും ഖദീജ ബീവി ഗർഭം ധരിക്കുകയാണ്. 1ാമത്തെ മോൻ ഖാസിം മരിച്ചുപോയി. പിന്നെ 3 പെൺമക്കളാണ്. 4ാമത്തെ 5ാമത്തെ ഗർഭത്തിൽ മഹദിയായ ഖദീജ ബീവി ഗർഭിണിയായപ്പോ ആളുകൾ പറഞ്ഞു, മുഅ്മിനീങ്ങളായ സ്വഹാബികൾ പോലും പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ ദുആ ചെയ്യും നബിയെ, ഇനിയും പെൺകുട്ടി ജനിക്കാതിരിക്കാൻ ദ്വാർക്കും നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബാ കിറാം വന്നു. മക്കക്കാര് കളിയാക്കുകയാണ്, ഇനിയും പെൺകുട്ടി ജനിച്ചാൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യൂ യാ റസൂലല്ലാഹ്, പെൺകുട്ടി നമുക്ക് വേണ്ട. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ വിധി അതാണെങ്കിൽ അത് സ്വീകരിക്കാൻ മുഹമ്മദ് നബി തയ്യാറാണ്. അങ്ങനെ പഠിപ്പിക്കുകയാണ്. 4ാമത്തെ 5ാമത്തെ കുട്ടി ലോകത്തേക്ക് ജനിച്ചു വന്നപ്പോൾ അതാണ് ഫാത്തിമത്തുസ് സഹ്റ.
അതാണ് ഫാത്തിമ മോൾ. അഞ്ചാമത്തെ കുട്ടി, റസൂലുള്ളാഹിന്റെ അഞ്ചാമത്തെ കുട്ടി. 3 പെൺമക്കളുടെ 4ാമത്തെ ഇളമുറക്കാരിയായി കടന്നു വന്ന ഫാത്തിമ. ലോകം പറഞ്ഞു വേണ്ട, ഖദീജയോട് ലോകം പറഞ്ഞു വേണ്ട, ഇനി ഒരു പെൺകുട്ടിയെ പ്രസവിക്കല്ല. സ്വഹാബത്ത് പറഞ്ഞു നബിയേ, ഇനി നമുക്കൊരു പെൺകുട്ടി വേണ്ട, മക്കക്കാര് നമ്മളെ പരിഹസിക്കുകയാണ്. ആളുകൾ പറഞ്ഞു, മക്ക ഖുറൈശികൾ പരിഹസിച്ചു, ഇനിയും നിനക്ക് പെൺകുട്ടികൾ ഉണ്ടാകട്ടെ എന്നവർ പറഞ്ഞു. റസൂലുള്ള വേദനിച്ചിട്ടില്ല, നബി തങ്ങൾ തകർന്നു പോയിട്ടില്ല. 4ാമത്തെ മോള് ഫാത്തിമയാണ് എന്ന വാർത്ത അറിയിക്കാൻ വേണ്ടി ഒരാൾ കരഞ്ഞുകൊണ്ടാണ് വന്നത്. യാ റസൂലല്ലാഹ്, പിന്നെയും മഹദിയായ ഖദീജ പ്രസവിച്ചു. അതാ ഇപ്പോൾ പ്രസവിച്ചതും പെൺകുട്ടിയാണല്ലോ. വലിയ സങ്കടത്തിലാണ് വന്ന് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, മൻ അഹബ്ബഹാ ഫാത്തിമതു ബിനഅത്തുൻ മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി, ആരെങ്കിലും ഫാത്തിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത്? ലോകം വേണ്ട, ലോകത്തിന് വേണ്ട എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്, ജനിക്കല്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ഖദീജ ഇനി ഒരു മോളെ പ്രസവിക്കല്ല എന്ന് പറഞ്ഞ മോളാണ്. ലോകത്തിന് എല്ലാവരുടെയും വെറുപ്പിൽ ജനിച്ചു വന്ന മോള് നബി തങ്ങൾ അങ്ങ് നെഞ്ചോട് ചേർത്ത് പറഞ്ഞതാണ്, ഫാത്തിമതു ബിനഅത്തുൻ മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി, ഫാത്തിമയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അതെന്നോടുള്ള സ്നേഹമാണെന്ന് പറയാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. മുഹമ്മദുർ റസൂലുള്ളാഹ് പരീക്ഷണങ്ങളുടെ അടയാളപ്പെടുത്തലാണ്, എവിടെയും പരാജയപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കലാണ്. നിങ്ങൾക്ക് സമ്പത്തില്ലാതിരിക്കുക എന്നത് അത് പരാജയത്തിന്റെ അടയാളമല്ല. മഹാനായ നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നല്ലോ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുക, എനിക്കങ്ങേ വലിയ ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയേ, അങ്ങേ എനിക്ക് വലിയ ഇഷ്ടമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉന്നുർ മാദാ തഖൂൽ, എന്താണ് ഈ പറയുന്നത്? ഒന്ന് ആലോചിച്ചു പറ, ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറ. അപ്പോൾ അവർ പറഞ്ഞു, ആ സ്വഹാബി പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, സത്യമാണ് നബിയേ, എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. അപ്പോൾ പറഞ്ഞു, ഇൻ സദഖത ഫീമാ ഖുൽത, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഫഅഇദ്ദ ലിൽ ഫഖരി തിജ്ഫാഫാ, മോനെ നിന്നിലേക്ക് ഫഖർ വരാനിരിക്കുകയാണ്, ദാരിദ്ര്യം ഒഴുകി വരാനിരിക്കുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദാരിദ്ര്യം വന്ന് കയറുമെന്നാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് അവർ ദരിദ്രരായി പോകും, അവർക്ക് പെട്ടെന്ന് മുതൽ നഷ്ടം വരും, അവർക്കൊരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി ആ സ്വഹാബിയെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അമിത്നി മിസ്കീന അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖുതാ, അല്ലാഹുവേ ഓരോ ദിവസത്തിനും തികയുന്ന ഭക്ഷണം മുഹമ്മദിന്റെ കുടുംബത്തിന് നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ച നബിയാണ്. ഒരിക്കൽ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അതിവിശിഷ്ടമായ ഒരു രംഗമുണ്ട്. എവിടെ നിന്നോ വിദൂരമായി യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതാണ്. ഫാത്തിമത്തു സഹറയെ കാണാനുള്ള പോക്കാണ്. വീടിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ ഫാത്തിമ, മോളെ ഫാത്തിമ, ഉപ്പയിത വന്നിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി ഫാത്തിമയെ വിളിച്ചപ്പോ അകത്തു നിന്നൊരു ദീനരോധനത്തോടുകൂടെ കടന്നു വരുന്നുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. വാതിൽക്കൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി ഇങ്ങനെ കാത്തു നിൽക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ പൊന്നുമോളുടെ ശരീരമാകെ ക്ഷീണിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് ഫാത്തിമ. കണ്ണുകളിലൊക്കെ ഒരു നീല നിറം വന്നിരിക്കുകയാണ്. സുന്ദരനായ പിതാവിന്റെ സുന്ദരിയായ പൊന്നുമോളുടെ ശരീരമാകെ വാടിപ്പോയിരിക്കുകയാണ്. നബി തങ്ങൾ അത് കണ്ടപ്പോ വല്ലാത്ത സങ്കടമായി. എന്തേ ഫാത്തിമ ഇങ്ങനെ ഇരിക്കുന്നത്? വല്ലാത്ത പ്രയാസമുണ്ടല്ലോ മോളെ നിന്നെ കണ്ടാൽ. അവിടെന്ന് പറഞ്ഞു, ഉപ്പാ, അവിടുത്തെ പ്രയാസം
പ്രയാസങ്ങൾ ഇറക്കി വെക്കൽ റസൂലുള്ളാഹിന്റെ മുമ്പിലാണ്. ഭർത്താവിനോട് അവർ പരാതി പറയാറില്ലല്ലോ. റസൂലുള്ള വരുമ്പോൾ കെട്ടിപ്പിടിച്ചങ്ങ് പരാതി പറയാറാണ്. നബി തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, മോളെ എന്തേ നിനക്ക് വിഷമം? അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ അങ്ങ് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാവപ്പെട്ടവനാണ് അലി ഇബ്നു അബീ താലിബ്, പാവപ്പെട്ടവനാണ് അലി ഇബ്നു അബീ താലിബ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തത്. അങ്ങനെ പാവപ്പെട്ടവനായ അലിയിന് ഭക്ഷണം സമ്പാദിക്കാനുള്ള പവറില്ല. ഇന്നിതാ ഇന്നേക്ക് 3-ാമത്തെ ദിവസമായി ഫാത്തിമയോട് ഭക്ഷണം കഴിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ്. പച്ചവെള്ളം കുടിച്ചിട്ടാണ് നബിയെ 3 ദിവസം ഈ മോള് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രയാസത്തിലാണ് എന്നങ്ങ് പറഞ്ഞപ്പോൾ പിതാവായ റസൂലുള്ളാഹിന്റെ മനസ്സ് പൊട്ടിപ്പോയി. മോളെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, നോക്കണം നിങ്ങൾ, മഹദിയായ ഫാത്തിമത്തു സഹ്റായെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യാ ഫാത്തിമ ലക്കി സലാസ് വലി അബീകി അർബഅ. മോളെ ഫാത്തിമ, 3 ദിവസം ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ എന്റെ പൊന്നുമോള് കരയുകയാണോ? കരയാൻ മാത്രം അതിൽ എന്തിരിക്കുന്നു? 3 ദിവസം പട്ടിണി കിടന്നതിന്റെ പേരിൽ എന്റെ പൊന്നുമോള് കരയല്ല. ലക്കി സലാസ് വലി അബീകി അർബഅ. ഉപ്പ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് 4-ാമത്തെ ദിവസമായിട്ടുണ്ട്. ഉപ്പാക്കിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ എന്നെ തെരഞ്ഞെടുത്തയച്ചതാണ് അല്ലാഹു. അന അശ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിലെ അത്യുത്തമനാണ് ഞാനെന്നോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തമനായ മുഹമ്മദുർ റസൂലുള്ളാഹിയായ ഞാൻ, ലോകത്തിന്റെ പ്രവാചകനായ എനിക്ക് 4-ാമത്തെ ദിവസമാണ് ഉപ്പ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. മോളെന്നേക്ക് 3 ആയിട്ടുള്ളൂ, ഒന്നുകൂടി ക്ഷമിക്കുമോളെ ഫാത്തിമ എന്ന് പറയാൻ മനക്കരുത്തുള്ള മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്തു ചൊല്ലൂ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ ഉസ്താദ് കടന്നു ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വാർത്ത ലഭിച്ചതിന്റെ പേരിൽ എല്ലാവരും പിന്നെ പരമാവധി ആ ചെയറുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കയറിയിരുന്നാൽ ഉസ്താദ് ഇവിടെ വരുമ്പോ വളരെ ഭംഗിയായി ഈ മജ്ലിസ് കാണാൻ നല്ല ഒരു ഭംഗിയോടുകൂടെ നമ്മൾ ഇരിക്കണം. അല്ലാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കുടുംബത്തിലെ മനുഷ്യന്റെ ബാധ്യതകളെ എണ്ണി പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് എണ്ണിക്കൊടുക്കാൻ, 1-ാമത്തെ കാര്യം ഇന്ന ലിനഫ്സിക അലൈക ഹഖ, നിന്റെ ശരീരത്തോട് നീ ചെയ്യേണ്ട ബാധ്യതയാണ്. 2-ാമത്തെ കാര്യം വ ഇന്ന ലിറബ്ബിക അലൈക ഹഖ, അല്ലാഹുവിനോടുള്ള ബാധ്യതകളാണ്. 3-ാമത്തെ കാര്യം എവിടെന്ന് പറയുന്നു വ ഇന്ന ലിസൗജിക അലൈക ഹഖ, നിന്റെ ഭാര്യയോട് നിനക്ക് ചെയ്യാൻ, നിന്റെ ഇണയോട് നിനക്ക് ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ ഭാര്യയോട്, നിന്റെ ഇണയോട്, നിന്റെ കൂടെ പൊറുപ്പിക്കേണ്ടവളോട് ചെയ്യേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. അവരെ വേദനിപ്പിക്കാതെ കൊണ്ടു നടക്കാൻ എത്രത്തോളം എന്ന് വെച്ചാൽ മദീന മുനവ്വറയുടെ ജീവിതത്തിനിടയിൽ നിന്ന് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ അഹബ്ബുൻ നാസി ഇലൈഹി, നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാരാണ്? റസൂലേ അങ്ങേക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാരാണ് എന്ന് ചോദിക്കുമ്പോ ഒറ്റയടിക്ക് മറുപടി പറയാൻ ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആയിഷയാണ് എന്ന് പറയാൻ മടിയില്ലാതെ, പ്രയാസമില്ലാതെ അങ്ങനെ പറയാൻ കഴിഞ്ഞ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ
ഞാൻ ചോദിക്കുന്നത് പുരുഷന്മാരെ കുറിച്ചാണ്. സ്ത്രീകളിൽ അങ്ങേക്ക് ആയിഷയോടാണ് ഏറ്റവും സ്നേഹമെന്നറിയാം. എങ്കിൽ ചോദിക്കട്ടെ നബിയേ, പുരുഷന്മാരിൽ ഏറ്റവും സ്നേഹമാരോടാണ്? അപ്പോൾ പറഞ്ഞു അബൂഹാ, ആയിഷയുടെ ഉപ്പായോടാണ്. അപ്പോഴും അങ്ങനെയാ പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖിനോട് എന്നല്ല, ആയിഷയുടെ ഉപ്പാനോടാണ്. കാരണം തന്റെ പ്രിയപ്പെട്ടവളായ ഭാര്യയുടെ ചെവി കേൾക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ആയിഷയോടാണ്. പുരുഷന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോടാണ്. ഒരു ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ലോകത്ത് കാണുകയാണ്. അതല്ല, അത്ഭുതങ്ങൾ ഹദീസിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം കാണാം. ഒരിക്കൽ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയും മഹദിയായ ആയിഷ ബീവിയും തമ്മിൽ ചെറിയ ഒരു കുളത്തിൽ നടന്നു. ആയിഷ ബീവിയുടെ അടുക്കൽ ഫാത്തിമ ബീവി നിൽക്കുമ്പോ ആയിഷ ബീവി പറയുകയാണ്, മാ സവ്വജ റസൂലുള്ളാഹി ബിക്റൻ ഗൈരി, ഞാനല്ലാത്ത എല്ലാ പെണ്ണുങ്ങളും സെക്കൻഡ് ഹാൻഡ് പെണ്ണുങ്ങളായിരുന്നു. റസൂലുള്ള കല്യാണം കഴിക്കുമ്പോ എന്നെ മാത്രമേ കന്യകയായി കല്യാണം കഴിച്ചിട്ടുള്ളൂ. മറ്റുള്ള ഭാര്യമാരെല്ലാം പല ഭർത്താക്കന്മാരോടൊപ്പം കല്യാണം കഴിഞ്ഞ് ജീവിച്ചവരാണ്. എന്നെ മാത്രമേ റസൂലുള്ള കന്യകയായി കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രമേ നബി തങ്ങളുടെ 11 ഭാര്യമാരിൽ ഒരാൾ മാത്രമേ കന്യകയായിട്ടുള്ളൂ. അതാണ് ഞാനെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ സ്വന്തം ഉമ്മയെ ആലോചിച്ചപ്പോൾ ഫാത്തിമക്ക് കരച്ചിൽ വന്നു. ഇതെന്റെ ഉമ്മയെ ഒന്ന് കുറച്ചു കാണിക്കലാണല്ലോ. എന്റെ ഉമ്മ ഖദീജ, അവര് 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ള കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പേ എന്റെ ഉമ്മയായ ഖദീജ 2 പേര് കല്യാണം ിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്നെ വേദനിപ്പിക്കാനാണ് ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വലിയ വിഷമമായി ഫാത്തിമ മോള് കരഞ്ഞുകൊണ്ട് വരികയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ അബതി, ഉപ്പാ, ആയിഷ എന്നെ എളാമ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ചോദിച്ചു, എന്ത് പറ്റി മോളെ? അപ്പോൾ പറഞ്ഞു, എന്റെ ഉമ്മയുടെ പേര് പറഞ്ഞെന്നെ വേദനിപ്പിച്ചു. എന്റെ ഉമ്മയെ ഉപ്പ കല്യാണം കഴിക്കുമ്പോ 2 പേര് കല്യാണം കഴിച്ച് ഒഴിവാക്കിയ പെണ്ണാണ്. അതേസമയം ആയിഷയെ മാത്രമേ അങ്ങ് കന്യകയായി കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് ആയിഷ എന്നോട് പറഞ്ഞു നബിയേ എന്ന് ഫാത്തിമ മോള് വന്ന് കരയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പിതാവ് കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ എന്തു വിദ്യയാണ് ഇവിടെ പ്രയോഗിക്കുക. ഫാത്തിമയുടെ കരച്ചിലടക്കണം, ആയിഷയോട്ട് വേദനിപ്പിക്കാനും പാടില്ല. എന്തു ചെയ്യാൻ പറ്റും? റസൂലുള്ളാഹി തങ്ങൾ സുന്ദരമായി ആ രംഗം കൈകാര്യം ചെയ്യാൻ മോളെ വിളിച്ചു. ഫാത്തിമ മോളെ, നീ ഇത്ര മണ്ടിയായി പോയല്ലോ, നിനക്ക് പറഞ്ഞൂടായിരുന്നോ? എന്റെ മോളെ, നിനക്കെന്റെ ബുദ്ധിയില്ലാഞ്ഞ് നല്ല സുന്ദരമായൊരു മറുപടി നിനക്ക് ആയിഷയോട് പറഞ്ഞൂടായിരുന്നോ? ആണുങ്ങളും എന്റെ വാപ്പ ആദ്യമായി കല്യാണം കഴിച്ചത് എന്റെ ഉമ്മാനെയാണ് എന്ന്. എന്റെ ഉപ്പ 2ഉം 3ഉം കെട്ടിയതാണല്ലോ നിങ്ങളെയൊക്കെ. എന്റെ ഉമ്മാനെയാണ് എന്റെ ഉപ്പ 1ആം കെട്ടിയത്. പിന്നെ എന്റെ ഉപ്പ 2ാമതും 3ാമതും സെക്കൻഡ് ഹാൻഡായ ഉപ്പയായിട്ടാണല്ലോ നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചത് എന്ന് ആയിഷയോട് നിനക്ക് പറഞ്ഞൂടായിരുന്നോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ ഉപദേശിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് വന്ന മോൾ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. സുന്ദരമായ കുടുംബ ജീവിതത്തിന്റെ മാതൃക അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു വെക്കുകയാണ്. കാന യഖ്റുജു ഫീ ബത്ഹാഇ മദീന, പാതിരാ സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉത്തരവാദിത്വത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ നയിച്ചുകൊണ്ടിരുന്നപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹ് തന്റെ ഭാര്യമാർക്ക് പ്രിയപ്പെട്ട ഭർത്താവ് തന്നെയാണ്. പാതിരാ സമയത്ത് പറയുകയാണ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി ഉദ്ധരിക്കുകയാണ്, പാതിരാ സമയത്ത് പാതിരാത്തൊക്കെ ഉറങ്ങിക്കിടന്നാൽ സ്വഹാബാ കിറാം ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ കൈ പിടിച്ചിട്ട് റസൂലുള്ള മദീനത്തെ മണനാരണ്യത്തിൽ ഇറങ്ങിയിട്ട് നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് കഥ പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു. മക്കയുടെ പരിശുദ്ധമായ പഞ്ചാര മണൽ പരവതാനി വിരിച്ച മദീന മുനവ്വറയുടെ മണ്ണിലൂടെ എന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ള നടക്കാറുണ്ടായിരുന്നു.
പോകുന്നു. എന്തിന്? എന്നോട് ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കും, എന്നോട് പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആരാരും കാണാതെ ഒറ്റയ്ക്ക് തന്റെ പ്രിയതമക്ക് സ്നേഹം കൊടുക്കാൻ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാതെ നാലാളുടെ മുമ്പിൽ നീ ഒരു ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് 1.5 ലക്ഷം രൂപക്ക്, അത് നീ കെട്ടിക്കൊണ്ടുവന്നവളെ നാലാള് കാണുക കൊണ്ട് നടക്കാൻ, തൗറത്ത് കാണിച്ചു കൊണ്ട് നടക്കാൻ ഈ ദീൻ അനുവദിച്ചിട്ടില്ല. എന്നാൽ നബി തങ്ങൾ കാണിച്ച മാതൃക നോക്കൂ നിങ്ങൾ. ഒറ്റക്ക് കൊണ്ട് നടക്കാൻ, അതോടൊപ്പം അവരെ സ്നേഹം പഠിപ്പിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സാധിച്ചു എന്നതാണ്. ഹോസ്പിറ്റലിൽ ചെന്നു, ഞാനൊരു എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവിടെ അഡ്മിറ്റായി കിടക്കാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, രോഗിയായി വന്ന സഹോദരിയാണ്. ശരീരം നല്ലപോലെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കിടക്കേണ്ട പെൺകുട്ടിയാണ്. എണീറ്റ് നടക്കാണ്. ഭർത്താവിന്റെ കൂടെ ഹോസ്പിറ്റലിന്റെ ഒരു വരാന്തയിൽ നിന്ന് മറ്റേ വരാന്തയിൽ അടക്കി. എന്നിട്ട് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു കോലത്തിലേക്കാണ് ഈ സമുദായത്തിന്റെ പോക്ക്. സ്വന്തം ഭാര്യമാരെ മറ്റുള്ളവർ സർട്ടിഫിക്കറ്റ് തരേണ്ട ഒരു അവസ്ഥയാണ് ചെറുപ്പക്കാർക്ക്. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, എടോ നിന്റെ ഭാര്യ ഗ്ലാമർ പോരല്ലോ എന്ന് പറഞ്ഞ അവന്റെ മുഖം വാടി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന ബോധം പോലുമില്ലാതെ പാർക്കിലൂടെയും അങ്ങാടി തെരുവോരങ്ങളിലൂടെയും ഷോപ്പിംഗ് മാളുകളിലൂടെയും നാലാൾക്ക് മുമ്പിലൂടെ ഔറത്തില്ലാതെ ഈ പെൺമക്കളെ കൊണ്ട് നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നീയല്ലാത്ത മറ്റൊരു ഭർത്താവ് വരുന്ന ദിവസത്തെക്കുറിച്ച്? ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കണക്കാക്കിയ റിസ്ക് ഭൂമിയിൽ നിന്നങ്ങ് പിൻവലിച്ചാൽ, നിന്റെ ആയുസ് അല്ലാഹു ഭൂമിയിൽ നിന്നങ്ങ് പിൻവലിച്ചാൽ, നാളെ ഒരു 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നുകൊണ്ട് നീ കൊണ്ടു നടന്നിരുന്ന ഒരു പെണ്ണ് നാളെ മറ്റൊരുത്തന്റെ കൂടെ കറങ്ങാൻ തുടങ്ങിയാൽ, ഓ പ്രിയപ്പെട്ട പെണ്ണുമോനെ, നിനക്ക് നിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹുവിനോട് പറയാനുള്ള നല്ല കാര്യങ്ങൾ എവിടെ കിടക്കുന്നു? അതേ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് നല്ല രൂപത്തിൽ പോറ്റിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാവുകയാണ്. ചെറുപ്പക്കാർക്കുന്നതൊക്കെ ഒരു തമാശയാണ്. ഒരു വല്ലാത്ത ഒരു വൈകാരികമായ ലോകം. തന്റെയും ഭാര്യയുടെയും ഫോട്ടോകളൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ അങ്ങ് പബ്ലിക്കായി ഷെയർ ചെയ്യാൻ, എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ ഫോട്ടോ വെച്ച കാറുകൾ ഇങ്ങനെ മരത്തിലൂടെ നീങ്ങുകയാണ്. കട്ടൗട്ടുകൾ പ്രദർശിപ്പിക്കുകയാണ്. കല്യാണത്തിന്റെ ദിവസം അന്യ പുരുഷന്മാരോടൊപ്പം ചെന്ന് വളയിടൽ കർമ്മം നടക്കുകയാണ്. മോതിരം ധരിപ്പിക്കുകയാണ്. മാലയിടൽ നടക്കുകയാണ്. ഇതൊക്കെയാണോ നിന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള കടമകൾ? അതല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. കുടുംബ ബന്ധം എന്ന ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഉത്തമമായ മാതൃകയാക്കാൻ നമുക്ക് കഴിയണം. ഒരൊറ്റ മഹാന്മാരായ സ്വഹാബാ കിറാം വരെ കാന അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ യഅതിയാനി ആയിഷ. മദീനത്തെ ഭരണം നടത്തുമ്പോൾ വല്ല സംശയമുണ്ടെങ്കിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നുകൊണ്ട് സംശയം തീർക്കാൻ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ വരാറുണ്ടായിരുന്നു എന്നതല്ലേ ഹദീസിന്റെ പാഠം. അപ്പോഴും അന്യപുരുഷനെ അരമനക്കകത്തു നിന്ന് പുറത്തിറങ്ങി അന്യപുരുഷനെ ഔറത്ത് കാണിക്കാൻ റസൂലുള്ളാഹിന്റെ ഒരു പൊന്നോമനകളായ ഭാര്യമാരും തയ്യാറായിട്ടില്ല. അത് ചരിത്രത്തിന്റെ വലിയ പാഠമാണ്. ഒരിക്കൽ പോലും അവർ അധികാരത്തിന്റെ ഒരു കൃതിചിഹ്നങ്ങളിലേക്ക് ആളെ വിളിച്ചിട്ടില്ല. അങ്ങാടികളിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ടില്ല. ഇന്നിപ്പോ കണ്ടില്ലേ, 2 വീലറും എടുത്തിറങ്ങുകയാണ്. സഹോദരിമാരിങ്ങനെ ബൈക്കിൽ നിന്ന് റൈഡ് ചെയ്ത് നടക്കുകയാണ്. നിരത്തുകളിലൂടെയും അതുപോലെ പബ്ലിക് ഷോപ്പിംഗ് മാളുകളിലൂടെയും ഒരു അധവുമില്ലാതെ ഒരു ചിട്ടയുമില്ലാതെ ഹിജാബ് ധരിക്കാതെ ഈ ഉമ്മത്ത് നമസ്കാരത്തിന്റെ സമയം പോലും ഖളാ ആകുന്ന രൂപത്തിൽ 5 മണിക്ക് മാളിൽ കയറിയ മകൾ ഇറങ്ങിപ്പോകുന്നത് 8 മണി 9 മണി കഴിഞ്ഞിട്ടാണ്. ഇവർക്ക് നിസ്കാരമില്ലേ? എപ്പോഴും നിസ്കാരമില്ലായ്മ എന്നൊരവസ്ഥയൊന്നുമില്ലല്ലോ. നിസ്കാരത്തിന്റെ സമയം ശ്രദ്ധയില്ല. വല്ലാത്ത ഒരു ട്രെൻഡിങ് ലോകം, അതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഉദാഹരണമായി നമുക്ക് മുമ്പിലേക്ക് വരുന്നത് ഫാത്തിമത്തു സഹറായെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഫാത്തിമത്തു സഹറ, ഫാത്തിമ മോളെ, ഇന്നി റഅയ്തു നാറൽ ബാരിഹാ, മോളെ ഇന്നലെ രാത്രി ഞാൻ നരകം കണ്ടപ്പോ, വല്ലാതെ കത്തിജ്വലിക്കുന്ന നരകം ഞാൻ കണ്ടപ്പോ എനിക്ക് വല്ലാതെ പേടിയുണ്ട് മോളെ. ലാ ഉഗ്നി അൻകി ശൈആ, ഫാത്തിമ നാളെ നീ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ മോളെ, അല്ലാഹു നിന്നെ നരകത്തിലോകാൻ പിന്നെ ഉച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നന്മ ചെയ്യണേ മോളെ. ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹറാമായ വസ്ത്രത്തരങ്ങൾ കുട്ടികൾ പറയുമ്പോ അത് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ അടുത്ത് കാശുണ്ടായിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി ഉസ്താദ് ഇവിടെ വന്നു ചേരുന്നതിന്റെ മുമ്പ് വളരെ പ്രധാനമായ ഒരു 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. 5 കാര്യങ്ങൾ മുഅ്മിനീങ്ങളുടെ കടമകളായി, മുഅ്മിനീങ്ങളുടെ ഏറ്റവും നല്ല അടയാളങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല ആരാധനാ പുരുഷനാവാൻ താല്പര്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. റസൂലുള്ള പറയാൻ, ഇത്തഖിൽ മഹാരിം, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിച്ചു ജീവിച്ചോളൂ, ഹറാമ് ചെയ്യാതെ ജീവിച്ചു നോക്കൂ. തെമ്മാടിത്തരങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. തിന്മ ചെയ്യാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ തകുൻ അഅബദന്നാസ്, അതാണ് ഏറ്റവും വലിയ ഇബാദത്തിന്റെ ജീവിതം, ഏറ്റവും വലിയ ആരാധനയുടെ ജീവിതം. അതാണ് ഇത്തഖിൽ മഹാരിം, ഹറാം ഒഴിവാക്കി ജീവിക്കാൻ കഴിഞ്ഞാൽ ഹറാം ഒഴിവാക്കി ജീവിക്കലാണ് ഏറ്റവും നല്ല ഇബാദത്ത് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ബഹുവന്യരായ മാണിയൂർ ഉസ്താദ് സദസ്സ് ശാന്തമായി അവിടെ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പോകുന്നതിന് മുമ്പ് മുസാഫാത്തിനുള്ള സൗകര്യം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ആരും അനങ്ങരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബഹുവന്യരായ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ഈ ഉമ്മത്തിന് ദീർഘകാലം സേവനം ചെയ്യാനുള്ള ആഫിയത്തും ആയുരാരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.